ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞ് ദൈവസ്വരം കേൾക്കുവാനായിട്ട് നമുക്കൊരുങ്ങും. കരങ്ങളെയൊക്കെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണടയ്ക്കാം. നമുക്ക് ഇപ്രകാരം എല്ലാവരും നേറ്റ് പറഞ്ഞ്, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ക്രിസ്തു രഹസ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഒന്നുകൂടെ സ്ഥലമുയർത്തി, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ക്രിസ്തു രഹസ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ദൈവസ്നേഹം കൊണ്ട് അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ദൈവവചനം കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെയും ഞങ്ങളുടെ ഹൃദയത്തെയും ഒരുക്കണമേ. കാരണം സ്വന്തമായിട്ട് നമുക്ക് സ്തുതിക്കുക. നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, കേൾക്കുന്ന എല്ലാ മക്കളും ഈ ശബ്ദപരിധിയിൽ ആരൊക്കെ ശ്രമിക്കുന്നു അവരിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു ചെന്ന് ദൈവവചനം അവരിലേക്ക് ഫലം പുറപ്പെടുവിക്കത്തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാമ്മയെ നമുക്ക് വിളിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങ് ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങ് ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങ് ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇടത്തും വലത്തും നിൽക്കുന്ന വ്യക്തിക്ക് ഈശോ മിശിഹായ്ക്ക്, ഇടത്തും വലത്തും നിൽക്കുന്ന വ്യക്തിയുടെ കൈക്ക് പിടിച്ചിട്ട് പറ, ഈശോ താങ്കളെ അനുഗ്രഹിക്കുമെന്ന് പറ. സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ ബൈബിളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ എല്ലാവരും? ഹല്ലേലൂയ. അപ്പോൾ ബൈബിളൊക്കെ എടുക്കുക. ആരാ ബൈബിളൊക്കെ വായിക്കുന്ന? ആരാ പെട്ടെന്ന് വായിക്കും? നമ്മൾ വായിക്കും. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, നമ്മൾ ഗീവർഗീസ് സമുദായയുടെ തിരുനാൾ. എന്താ ഈ തിരുനാളെന്ന് പറഞ്ഞാൽ? തിരുനാളെന്ന വാക്കിന്റെ അർത്ഥം തിരുത്തലിന്റെ നാൾ. എന്താണ്? ഞാൻ എന്നെ തന്നെ തിരുത്തണം, സഹദായെ പോലെ മറ്റൊരു വിശുദ്ധനായി മാറുവാനാണ് സഭ തിരുനാളുകൾ ആഘോഷിക്കുന്നത്. ഞാൻ മറ്റൊരു സഹദായായി മാറണം. അതിനുവേണ്ടി വചനത്തിലെ ആഴം മനസ്സിലാക്കി ഒരു ആത്മീയ മനുഷ്യനായി രൂപപ്പെടാനാണ് തിരുനാളുകൾ തന്നിരിക്കുന്നത്. അപ്പോൾ തിരുത്തൽ എവിടൊക്കെ നമുക്ക് തിരുത്താനുണ്ട്, ആ മേഖലകളെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നമുക്ക് എടുക്കുന്ന വചനഭാഗം, ഞാൻ സഹദായെ പോലെ ഒരു മനുഷ്യനായി മാറണമെങ്കിൽ സഭ ഓരോ വിശുദ്ധന്മാരെ തന്നിരിക്കുന്നത് നമ്മുടെ കാര്യസാധ്യത്തിനല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഏലിയായുടെ കൂടെ നടന്ന എലീശ ഇപ്രകാരമാണ് ചോദിച്ചത്, ഏലിയായുടെ ഇരട്ടി പങ്ക് എനിക്ക് തരണം. നിങ്ങൾ ഈ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എന്നെ സഹദായെ പോലെ ആക്കി മാറ്റണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് എടുക്കുന്നത് ആത്മീയ മനുഷ്യനായി മാറാൻ വേണ്ടിയാണ്. ഞാൻ എന്ത് ചെയ്യണം? അതാണ് വിഷയം. അപ്പൊ ഇന്ന് എടുക്കുന്ന വചനഭാഗം കോർന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം. ബൈബിൾ എടുത്ത്, ബൈബിൾ ആരെ വായിക്കുന്നു? പെട്ടെന്ന് വായിക്കുന്നു. അസൗകര്യം ഇങ്ങോട്ട് കയറിയിരുന്നു. മൈക്കുണ്ടോ? അവിടെ മൈക്കുണ്ടോ? 1 കൊരിന്ത്യർ, ആരാ പെട്ടെന്ന് വായിക്കുന്നു? 1 കൊരിന്ത്യർ 1-ാം അധ്യായം 2 തൊട്ട് 5 വരെയുള്ള വചനഭാഗം. കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം. എല്ലാവരും നേറ്റ് പറഞ്ഞ്, കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം
2 തൊട്ട് 5 വരെയുള്ള വചനങ്ങൾ ഉറക്കെ വായിക്കാമോ? കിട്ടിയോ? മോളെ കിട്ടിയോ? കിട്ടിയെങ്കിൽ ഉറക്കെ വായിച്ചു. മൈക്കെടുത്ത് വെച്ച് വായിച്ചു. ഉറക്കെ വായിച്ചു. മൈക്കെടുത്ത് വെച്ച് മൈക്ക് ഓണോ? ഉറക്കെ വായിച്ചു. കോറിന്തോസിലുള്ള ദൈവത്തിന്റെ സഭയ്ക്ക് എഴുതുന്നത്. കോറിന്തോസിലുള്ള ദൈവത്തിന്റെ സഭയ്ക്ക് എഴുതുന്നത്. അപ്പൊ ഇവിടെ കോറിന്തോസിലാണോ? അപ്പൊ ശ്രദ്ധിക്കുക, ഈ ബൈബിള് ആർക്ക് വേണ്ടി? ഓരോ വചനവും നമുക്ക് വേണ്ടിയാണ്. കോറിന്തോസുകാർക്കുള്ളിടത്ത് അതിരിങ്കൽ വായിച്ചേ, അതിരിങ്കൽ വായിച്ചേ, വായിച്ചേ, അതിരിങ്കൽ വായിച്ചേ, ഇങ്ങനെ വായിച്ചേ. അതിരിങ്കൽ ഇടവാക്യ ഇങ്ങനെ വായിച്ചേ. എഴുതുന്നത് എന്ത് എഴുതുന്നത്? വായിച്ച് തുറന്ന് വായിച്ചു. നീ തുറന്ന് വായിച്ചു. യേശുക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരും. അപ്പൊ സഭയിൽ 2 പേരുള്ളൂ. നമ്മളെല്ലാം വിശുദ്ധരാകാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ച്, വിശുദ്ധനാകാൻ വേണ്ടിയാണെങ്കിൽ വിശുദ്ധയാകാൻ വേണ്ടിയാണ്. അപ്പൊ ഓരോ തിരുനാളുകളും നമ്മളെ വിളിക്കുന്നത് എന്തിനാ? വിശുദ്ധരാകാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ആദിമസഭയിലെ 325 വർഷക്കാലം വിശുദ്ധര് മാത്രമേ ഉള്ളായിരുന്നു. ശ്രദ്ധിച്ച്, ഈ 325 വർഷത്തിന് ഈ 3-ാം നൂറ്റാണ്ടിലാണ് ഗീവർഗീസ് സഹദ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതം. 2200 അല്ലെങ്കിൽ AD 285 ഗീവർഗീസ് സഹദയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ 3-ാം നൂറ്റാണ്ടിലാണ് ഗീവർഗീസ് സഹദ. ഈ ഗീവർഗീസ് സഹദ വളരെ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ അപ്പൻ ഒരു പട്ടാളക്കാരനായിരുന്നു. അമ്മ തികഞ്ഞ ഒരു ക്രിസ്തീയ ഭക്തിയായിരുന്നു. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ, കുഞ്ഞുനാൾ തന്നെ ഈ ക്രിസ്തുവിനുള്ള വലിയ ഭക്തി ഈ സഹദായിക്കുണ്ടായിരുന്നു, ഗീവർഗീസ് എന്ന് പറയുന്ന വ്യക്തിക്കുണ്ടായിരുന്നു. അങ്ങനെ 17ാമത്തെ വയസ്സിൽ, അന്ന് ഡയക്ലീഷ്യൻ ചക്രവർത്തിയാണ്, ന്യൂറോ തൊട്ട് ഡയക്ലീഷ്യൻ ചക്രവർത്തിമാര് വരെയുള്ള കാലഘട്ടത്തിൽ ക്രിസ്തീയ സഭ ഭയങ്കര പീഡനത്തിൽ കൂടി കടന്നുപോയി. അന്ന് ഈ 325 വർഷം ഈ സഭയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളും വിശുദ്ധരായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ഈ സഹനമുള്ള സഭയാണ് അനുഗ്രഹത്തിന്റെ സഭ. ഇപ്പൊ സഭയ്ക്ക് സഹനമില്ല. സഹനമില്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ സഹനങ്ങളെ വേണ്ടെന്നുള്ളൊരു നമ്മളെപ്പോഴും ഇപ്പോൾ പ്രോസ്പിരിറ്റി ഗോസ്പലിനാണ്, ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യാത്ത കാലഘട്ടത്തിലാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു അപകടകരമായ ഒരു കാലഘട്ടമാണ്. ആത്മാവിനെ കുറിച്ചുള്ള യാതൊരു ബോധ്യവുമില്ല. ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടിയും ജഡത്തിന് വേണ്ടിയും ഉള്ള ഗോസ്പലാണെന്നുള്ളത്. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഈ സഹദായെ പോലെ ഒരു ആത്മീയ മനുഷ്യനാണ്. ഈ സഹദായുടെ കാലഘട്ടത്തിൽ ഇദ്ദേഹം 17ാമത്തെ വയസ്സിന് പട്ടാളത്തിൽ ചേരുകയും ഇദ്ദേഹത്തിന്റെ മിടുക്ക് കണ്ടുകൊണ്ട് അന്നത്തെ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഉപദേശ സംഘത്തിൽ 12 പേരിൽ ഒരാളാണ് ഗീവർഗീസ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ചുമതല എന്ന് പറഞ്ഞാൽ ഈ റോമാ സാമ്രാജ്യത്തിന് അനേകം നാട്ടുരാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളില് സൈനിക സേവനത്തിൽ പലയിടത്തും ഇങ്ങനെ സൈനികരുണ്ട്. ഇങ്ങനെ ഈ രാജ്യങ്ങളിലെ സൈനികരെ സന്ദർശിച്ച് അവരുടെ ക്ഷേമം അന്വേഷിക്കുകയാണ് സഹദായുടെ ജോലി. അപ്പൊ രാജാവ് പറഞ്ഞു, ഇന്ന രാജ്യത്ത് പോകണം. ആ രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ സൈനികരെ കുറിച്ച് അന്വേഷിക്കണം. അങ്ങനെ ഒരു രാജ്യത്ത് ചെല്ലുമ്പോഴാണ് ആ രാജ്യത്തില് ഇപ്പൊ സഹദായുടെ ആ കുതിരയുടെ ചവിട്ടി കിടക്കുന്ന ഒരു പാമ്പുണ്ടല്ലോ, പാമ്പല്ല, അത് വ്യാളമാണ്. അത് വലിയ ഒരു നമ്മളെ ഈ ഫോട്ടോയിൽ കാണുന്ന പോലൊന്നും അല്ല. ഒരു 2-3 മനുഷ്യരെ വിഴുങ്ങത്തക്കവണ്ണമുള്ള ഒരു ജീവിയാണ്. അപ്പൊ ഈ ജീവി പൈശാചിക ശക്തിയുള്ളൊരു ജീവിയാണ്. അപ്പൊ ഇത് 15 ദിവസം കഴിഞ്ഞ് ഗുഹയിൽ നിന്ന് വെളിയിൽ വരും. അപ്പൊ ആ നാട്ടുരാജ്യത്തിലുള്ള ആ കുടുംബത്തിലെ ഓരോ വീട്ടിൽ നിന്നും മൃഗങ്ങളെ കൊടുത്തു തുടങ്ങി. മൃഗങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ മനുഷ്യനെ കൊടുക്കാൻ തുടങ്ങി. എങ്ങനെയാ മനുഷ്യനെ കൊടുക്കുന്ന? അവിടെ ആ വീട്ടിലെ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ ഏതെങ്കിലും ആർക്ക് 4 മക്കളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കൊച്ചിന് കുറി വീഴും, ആ കുഞ്ഞിനെ കൊടുക്കണം.
അപ്പൊ സഹത അവിടെ ചെല്ലുമ്പോൾ ആ നാട്ടുരാജ്യത്തിലെ രാജാവിന്റെ മകളെക്കാണ് ഒരു വീടിയിരിക്കുന്നത്. അപ്പൊ ഇത് സഹത അറിഞ്ഞ് രാജാവിനോട്, ആ നാട്ടുരാജ്യത്തെ രാജാവിനോട് പറഞ്ഞു, നിങ്ങൾ കുഞ്ഞിനെ മകളെ ഒന്ന് കൊടുക്കണ്ട, ഞാനതിനെ നേരിട്ടോളാം. അപ്പൊ രാജാവ് പറഞ്ഞു, അയ്യോ, അതിനെ കണ്ടാൽ തന്നെ ഭയന്ന് പറച്ച് മരിച്ചു പോകും, ഇത്രയും ശക്തമായ ഒരു വ്യാളത്തെ നീ എങ്ങനെ നേരിടും? പറഞ്ഞു, എന്നിൽ ക്രിസ്തുവുണ്ട്, ക്രിസ്തുവിനെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യമില്ല, എൻ്റെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തുള്ളവനേക്കാൾ ശക്തനാണ് എന്ന് സഹത ആ നാട്ടുരാജാവിനെ അറിയിക്കുകയും അങ്ങനെ ആ രാജാവ് അനുവാദം കൊടുത്തുകൊണ്ട് ഈ കുഞ്ഞിനെ വിടാതെ ഈ വ്യാളത്തിൻ്റെ അടുക്ക് ചെല്ലുകയും അങ്ങനെയാണ് കുതിരപ്പുറത്ത് ചെന്ന് ഈ കുന്തം വെച്ച് കൊല്ലുകയും അവസാനം ഈ അന്ന് 10,000-ഓളം ആ വിജാതീയരായ ആ രാജ്യത്തിലെ വ്യക്തികളെ ക്രിസ്തുമതം സ്വീകരിച്ച് സഹത ആ 10,000 പേരെ യേശു ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ സഹത എങ്ങനെയാണ് പിന്നെ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ഡയക്ലീഷ്യൻ ചക്രവർത്തി ഒരു ഉത്തരവ് ഇറക്കുകയും ആരും ക്രിസ്തുമതത്തിൽ ചേരുകയോ ക്രിസ്ത്യാനിയായ ആരെ ശ്രമിച്ചാൽ അവരെ കൊല്ലുമെന്നുള്ളൊരു ഭീഷണി കൊടുത്തപ്പോൾ ആ ഉത്തരവ് ഈ സഹത കത്തിച്ചു. ഇത് രാജാവ് പറഞ്ഞു. രാജാവിന് കോപമായി, ചക്രവർത്തിക്ക് കോപമായി. അങ്ങനെ സഹതായെ പല രീതിയിൽ ഉപദേശിച്ച് ക്രിസ്തുമതത്തിൽ നിന്ന് മാറി പറഞ്ഞ, ക്രിസ്തുവിനെ കൂടാതെ എനിക്ക് ഏറ്റവും വലുത് ക്രിസ്തുവാണ്, രാജാവിനേക്കാളും വലിയവനാണ് എൻ്റെ ക്രിസ്തു. അതുകൊണ്ട് ചക്രവർത്തി പറയുന്ന ഓഫറുകളൊന്നും സ്വീകരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് പല രീതിയിൽ കൊല്ലാൻ ശ്രമിച്ചു. ചക്രത്തിലിട്ട് കൊല്ലാൻ ശ്രമിച്ചു, അഗ്നിയിലിട്ട് 17 പ്രാവശ്യം സഹതായെ പല രീതിയിൽ. അവസാനം അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞു കഴിഞ്ഞപ്പോൾ അഗ്നികുണ്ഡത്തിൽ കൂടി സാവധാനം നടന്നു പോകുന്നു, ഒരു പൊള്ളലേൽക്കാതെ. അവസാനം വാളുകൊണ്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ സഹതായാണ് തിരുനാളാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് ആഘോഷിക്കുമ്പോൾ നമ്മൾ എന്താണ് ഇതിന്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് കൊറിന്തോസ് സഭയോട് പറയുകയാണ്. വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും വിശുദ്ധരായിരുന്നു. ഒന്നുകൂടെ വായിച്ച്. അപ്പൊ ഈ കൊറിന്തോസ് എന്നുള്ളിടത്ത് എങ്ങനെ വായിക്കണം? അതിരിങ്കൽ വായിച്ച്, അതിരിങ്കൽ എന്ന് വായിച്ച്. അതിരിങ്കൽ ഇടവാക്കാർക്ക് എഴുതുന്നത് യേശുക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരും. അപ്പൊ നമ്മൾ ആരാണ്? അപ്പൊ അടുത്തിരിക്കുന്ന വ്യക്തി ആരാണ്? അടുത്തിരിക്കുന്ന വ്യക്തിയോട് മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ കൂടി ഞാൻ വിശുദ്ധനെ കാണുന്നെന്ന് പറഞ്ഞു. അടുത്തിരിക്കുന്ന മുഖത്തോട് മുഖം നോക്കിയെന്ന് പറഞ്ഞു. ചിരിക്കാനല്ല പറഞ്ഞു, നമ്മളെ വിളിയതാണ്. 10 കന്യകമാരുടെ ഉപമ നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഈ 10 കന്യകമാരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? വിളക്കുണ്ടായിരുന്നു. 5 പേര് വിവേകവതികളും 5 പേര് അപ്പൊ വിവേകവതികളുടെ കയ്യിൽ 10 പേരുടെ കയ്യിൽ വിളക്കുണ്ട്. എന്താ ഈ വിളക്ക്? വിളക്കെന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും ജീവിതമാണ്. എന്റെ ജീവിതമാകുന്ന വിളക്കിൽ വിശുദ്ധിയുടെ എണ്ണ വറ്റിപ്പോയിട്ടുണ്ടോ? മണവാളൻ ചിലപ്പോൾ നാളെ വരാം, അല്ലെങ്കിൽ ഇന്ന് വരാം. ഏത് സമയത്ത് ഈശോയുടെ 2ാം വരവെന്ന് പറയാൻ പോകും? ഒരു മാലാഹ പറഞ്ഞ കാര്യങ്ങള് ഈസ്റ്റർ വരെയുള്ള കാര്യങ്ങൾ. ഇനി 2 മാലാഹമാര് പറഞ്ഞ കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. ഒരു മാലാഹ പറഞ്ഞ 525 പ്രവചനങ്ങളാണ് പൂർത്തിയായി. ഇനി 675 പ്രവചനങ്ങൾ പൂർത്തീകരിക്കാൻ കിടക്കുക. അതാണ് 2ാം വരം. അപ്പൊ ഈ 2ാം വരം ഏത് സമയത്തും ഉണ്ടാകാം. നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, അതിരിങ്കൽക്കാരെ, നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? അല്ലാതെ സഹതായുടെ അടുക്കൽ ചെന്ന് കുറെ പാമ്പ് മാറാനും മറ്റു കാര്യങ്ങൾക്കും വിഷയങ്ങൾക്കും വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ആത്മാവ് എങ്ങനെ രക്ഷപ്പെടും? ഞാൻ മറ്റൊരു വിശുദ്ധനായി മാറിയില്ലെങ്കിൽ എങ്ങനെ രക്ഷപ്പെടും? ഇന്ന് കർത്താവ് വന്നാൽ നിന്റെ ആത്മാവിന് രക്ഷയുണ്ടോ? ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് കൊറിന്തോസിൽ നിന്നുള്ളിടത്ത് ഈ ചന്ദനപ്പള്ളി, അല്ലെങ്കിൽ ഈ ചന്ദനപ്പള്ളി പോട്ടെ, അതിരിങ്കലുള്ള ഇടവക്കാരോട് എന്ത് പറയുന്നു? വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായ നമ്മൾ. ഒന്നുകൂടെ വായിച്ച് ഉറക്കെ വായിച്ച പറയാൻ വചനം. അതിരിങ്കൽ യേശുക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം എല്ലായിടത്തും പ്രഘോഷിക്കണം. യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള നാമം ചങ്കൂറ്റത്തോട് പറയണം. ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവത്തിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയാൻ വിളിക്കപ്പെട്ടവന്റെ പേരാണ് ക്രൈസ്തവൻ. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ. അതിന് ഞാൻ ആരായി തീരണം? ഒരു ആത്മീയ മനുഷ്യനായി മാറണം. ആരായി മാറണം? ആത്മീയ മനുഷ്യനായി മാറണം. 3 തരം മനുഷ്യരാണ് ബൈബിൾ പ്രതിപാദിക്കുന്നത്. ഒന്നാമത്തെ മനുഷ്യൻ ജഡിക അല്ലെങ്കിൽ ലൗകിക മനുഷ്യൻ. ഒന്നാമത്തെ മനുഷ്യൻ ആരാണ്? പറഞ്ഞു, ഉറക്കെ പറഞ്ഞു. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 14-ാം വചനം. എല്ലാവരും തേച്ച് പറഞ്ഞു. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 14-ാം വചനം. ആ വചനം ഇങ്ങനെയാ പറയുന്നത്, ശ്രദ്ധിച്ച്. 1 കൊരിന്ത്യർ 2:14. ലൗകിക മനുഷ്യൻ. ഉറക്കമായിരുന്നു മോളെ. ലൗകിക മനുഷ്യൻ. മൈക്ക് ഉള്ളൊരു കിട്ടിയോ? ഓന് കിട്ടിയോ? എന്നാ ഒരു മൈക്ക് അവിടെ കൊടുക്കും. ഇങ്ങോട്ടൊരു മൈക്ക് അവിടെ ഉണ്ട്. വായിച്ചേ. ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. ലൗകിക മനുഷ്യൻ എന്തുവാ? അവൻ ഈ ചെണ്ടമേളവും ബാല്യമേളവും താടിവിളിയും ബഹളവും ഒക്കെ മതി. ഈ ലോകത്തിന്റെ ഇമ്പങ്ങളാണ്. ലൗകിക മനുഷ്യന് ദൈവവചനമൊന്നും കേൾക്കാൻ വലിയ താല്പര്യമൊന്നും. നിങ്ങൾ ശ്രദ്ധിച്ച്, 15-നും 40-നും ഇടയിൽ പ്രായമുള്ളവര് വചനം കേൾക്കുന്നില്ലെന്നാണ് ഇപ്പൊ സഭ കാണുന്നത്. അവർക്കൊന്നും ഇപ്പൊ വചനം കേൾക്കേണ്ട കാര്യമൊന്നും. അവർക്കിങ്ങനെ വാട്സപ്പിൽ നോക്കി ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിങ്ങനെ തോണ്ടിയിരിക്കുക അവരുടെ തൊഴിൽ. എന്നുവെച്ചാൽ ആത്മാവിനെ കുറിച്ച് യാതൊരു ബോധമില്ലാത്ത ജനറേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ നിയമങ്ങൾ പോഷത്വമാകയാൽ അവ ഒന്നുറക്കം വായിച്ചേ. മൈക്കിക്കൂടെ വായിച്ച മോനെ. അവനത് സ്വീകരിക്കുന്നില്ല. അവനത് സ്വീകരിക്കുന്നില്ല. അപ്പൊ ലൗകിക മനുഷ്യന് ഈ വചനത്തോടൊന്നും വലിയ താല്പര്യമില്ലെന്ന്. ലൗകിക മനുഷ്യന്റെ താല്പര്യം എന്തുവാ? അവന് ഈ വെക്കേഷൻ സമയത്ത് കുറെ ടൂറ് പോവുക, അടിച്ചു പൊളിച്ച് ജീവിക്കുക, അടിപൊളി സംസ്കാരം. അപ്പോഴാണ് ഭീകരമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത്, ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾ നോക്കി, നമ്മുടെ ജീവിതത്തിന്റെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കാതെ പോകുന്നു. ഒരു കാര്യം ഞാൻ നിങ്ങളോട് തെളിച്ചു പറയാം. ഇനിയുള്ള കാലഘട്ടത്തിൽ ആത്മീയരല്ലാത്ത എല്ലാ മനുഷ്യരും ഭയപ്പെടുന്ന കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ആത്മീയമായി ദൈവത്തെ മുറുകെ പിടിക്കാത്ത ഒരു വ്യക്തിക്ക് ഇനി മുന്നോട്ട് പോകാൻ ഒക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ആത്മീയമായി മുന്നേറാൻ തയ്യാറാകാത്ത ഒരു വ്യക്തിക്കും ഇനിയുള്ള കാലഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ നിയമങ്ങൾ ഭോഷത്വമാകയാൽ അവയെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. എന്താണ് നമ്മൾ വായിച്ച മോനെ? ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. തുറന്നു വായിച്ചു. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടതാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. കണ്ടോ? ഇങ്ങോട്ട് നോക്കി, നിങ്ങൾ ഇങ്ങോട്ട് നോക്കി. സമാന്തര സുവിശേഷം മത്തായി, മർക്കോസ്, ലൂക്ക. ഇവിടെ വിതക്കാരന്റെ ഉപമ പറയുന്നുണ്ട്. എന്താണ് വിത്ത്? എന്താണ് വിത്ത്? വചനമാകുന്ന വിത്ത്. ഈ വിത്തിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾക്കറിയാം വിത്തിന്റെ പ്രത്യേകത എന്താ? ഇപ്പൊ നിങ്ങൾ റബ്ബർ നട്ടാൽ, റബ്ബറിന്റെ തൈ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് വെച്ച് കഴിഞ്ഞാൽ 7 വർഷം കഴിഞ്ഞിട്ട് റബ്ബർ വെട്ടാൻ പറ്റുമോ? ഒരു തെങ്ങ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 3 വർഷം, ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞ് കിട്ടുന്ന കാണുമായിരിക്കും. ഒരു വാഴ വെച്ച് കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞ് കിട്ടുന്നു. അപ്പോൾ ഓരോ വിത്തിനും ഓരോ സമയമുണ്ട്. പക്ഷെ വചനമാകുന്ന വിത്തിന്റെ പ്രത്യേകത എന്തുവാ? വചനം പറയുന്ന നിമിഷം തന്നെ മാനസാന്തരപ്പെടും. പറയുന്ന നിമിഷം തന്നെ അത്ഭുതം നടക്കും. സമരിയാക്കാരി സ്ത്രീയോട്
കിഴക്കിൻകരയിൽ വെച്ച് അവൻ വചനം പറഞ്ഞ നിമിഷം തന്നെ അവൾ മാനസാന്തരപ്പെട്ടു. വചനം കേൾക്കുന്ന നിമിഷം. അതുകൊണ്ടാണ് വചനം ഇരുതല വാളാണ് എന്ന് പറഞ്ഞ്. വചനം എന്താണ്? പറഞ്ഞ്. അപ്പൊ ഇരുതല വാളെന്ന് പറയുന്നത് കേൾക്കുന്ന നിങ്ങൾക്കും പറയുന്ന എനിക്കും ഒരുപോലെ അഭിഷേകം ഉണ്ടാകുന്നതിന്റെ പേരാണ് വചനം. കേൾക്കുന്ന നിങ്ങൾക്കും പറയുന്ന എനിക്കും ഒരുപോലെ അഭിഷേകമുണ്ടോ അതിനെ വിളിക്കുന്ന പേരാണ് വചനം. വചനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. വചനം ദൈവമാണ്. വചനം ക്രിസ്തുവാണ്. അപ്പൊ വചനം കേൾക്കാനാണ്. വചനം കേൾക്കാൻ ഈ പള്ളി നിറച്ച ആളുകൾ വരുന്നതാണ് സഹദായിക്ക് ഇഷ്ടം. അല്ലാതെ സഹദായുടെ രൂപം വഹിച്ചുകൊണ്ട് റോഡ് നീളെ പോകുന്നതല്ല സഹദായിക്ക് ഇഷ്ടം. വചനം കേൾക്കുവാൻ ദൈവവചനം കേട്ട് ജീവിക്കുവാൻ തയ്യാറാകുന്ന മക്കളെയാണ് സഹദായിക്ക് ഇഷ്ടം. ഹല്ലേലൂയ. കരങ്ങളുയർത്തി ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വചനം പറയാണ്, ഈ വചനം എന്ന് പറയുന്നത് ആര് ആ വചനം സ്വീകരിക്കുന്നു ആ നിമിഷം തന്നെ ആ വ്യക്തി ഫലമുള്ളവനായി മാറും. എന്തായി മാറും? ഹല്ലേലൂയ. ഫലമുള്ളവനായി തീരും. അപ്പൊ കേൾക്കുന്ന നിമിഷം തന്നെ ആ വ്യക്തിയിൽ മാറ്റമുണ്ടാവും. അവിടെയാണ് മാനസാന്തരം. ഈ മാനസാന്തരമാണ് ഒരു വ്യക്തിയെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവം ഭരിക്കുന്ന രാജ്യം. എൻ്റെ ഭരണകർത്താവ് ദൈവമാണ്. എൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. ദൈവരാജ്യത്തിൻ്റെ പ്രജകളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ നിങ്ങൾ ലോകരാജ്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ദൈവരാജ്യം എന്താണെന്ന് മനസ്സിലാകത്തില്ല. ലോകരാജ്യത്തിൽ നിൽക്കുന്ന വ്യക്തി എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? 10 വചനം എഴുതിയാൽ IITs കിട്ടും. ഹല്ലേലൂയ. 100 വചനം എഴുതിയാൽ കാനഡയ്ക്ക് പോകും. നീ കാനഡായിട്ട് പോയിട്ട് നിന്റെ മക്കളുടെ അവസ്ഥ എന്നാ? നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്നാ? അതുകൊണ്ട് ആത്മീയരായി ജീവിക്കുവാൻ വേണ്ടിയാണ് ഓരോ തിരുനാളുകളും. ആ തിരുനാളിലെ വചനം കേട്ട് ഞാനൊരു സഹതായി മാറണം. അതിന് ഞാൻ എന്ത് വേണം? ആത്മീയ മനുഷ്യനാകണം. ലൗകിക മനുഷ്യനാണെങ്കിൽ വചനം വായിക്കില്ല, വചനത്തോട് വലിയ താല്പര്യമില്ല. വചനപ്രഘോഷണം ലൗകിക മനുഷ്യനെ ഒരിക്കലും സ്വീകരിക്കില്ല. ആരാണ് ഈ ലൗകിക മനുഷ്യൻ? എല്ലാവരും എന്ന് പറഞ്ഞ ആരാണ് ലൗകിക മനുഷ്യൻ? 2 തിമോത്തിയോസ്. എല്ലാവരും പറഞ്ഞ് 2 തിമോത്തിയോസ് 3-ാം അധ്യായം 1 തൊട്ടുള്ള തിരുവചനത്തിൽ ലൗകിക മനുഷ്യരെ കുറിച്ച് പറയും. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 1 തൊട്ടുള്ള തിരുവചനം, 1 തൊട്ട് 9 വരെയുള്ള തിരുവചനമാണ്. അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ദുഷ്ടന്മാരുടെ നാളുകൾ. എന്താണ്? പറഞ്ഞേ. ഇതിലേതെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൗകിക മനുഷ്യൻ. അപ്പോൾ ശ്രദ്ധിച്ച് വായിച്ചു 2 തിമോത്തിയോസ് 3-ാം അധ്യായം അതിന്റെ ഹെഡിങ് വായിച്ചു. നമ്മളെ കിട്ടിയോ? വായിച്ചു. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. ഒരു കാര്യം മനസ്സിലാക്കണം. അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. എല്ലാവരും എന്റെ മുഖത്തേക്ക് നോക്കിക്കേ. അവസാന നാൾ ബൈബിളിൽ പറയാം അവസാനമാണ്. 27 പ്രാവശ്യം ആവർത്തിച്ച് ലേഖനത്തിലും ഒക്കെ വെളിപാടിലൊക്കെ പറയുന്ന ഒരു വാക്കാണ് അവസാന നാൾ. എന്താണ് അവസാന നാളെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? നാളെ അവസാനിക്കുമെന്നല്ല അതിന്റെ അർത്ഥം. ഈ ബൈബിളിനെ 3ആയിട്ട് തിരിക്കുക: പ്രാരംഭയുഗം, മധ്യയുഗം, അന്ത്യയുഗം. പറഞ്ഞേ: പ്രാരംഭയുഗം, മധ്യയുഗം, അന്ത്യയുഗം. പ്രാരംഭയുഗം എന്ന് പറയുന്നത് ആദം തൊട്ട് നോഹ വരെയുള്ള കാലഘട്ടമാണ് പ്രാരംഭയുഗം. പ്രാരംഭയുഗത്തിൽ ഏറ്റവും പ്രായമുള്ള വ്യക്തി ആരായിരുന്നു? ആ വ്യക്തിയുടെ പേര് പറയാമെങ്കിൽ ഞാനൊരു ജപമാല നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരാം. അച്ഛൻ പറഞ്ഞല്ലോ, വേളാങ്കണ്ണിയിൽ എല്ലാ മാസവും ഉള്ളത് 160ാമത്തെ ട്രിപ്പാണ്. 17 മണിക്കൂർ വചന ശുശ്രൂഷ അതിനകത്തുണ്ട്. ഹല്ലേലൂയ.
അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പിന്നീട് പറയാം. അപ്പൊ ഞാനിവിടെ ചോദിച്ച ചോദ്യം കേട്ടോ. എന്താ ചോദിച്ചത്? പ്രാരംഭ യുഗത്തിൽ ഏറ്റവും പ്രായം ചെന്ന് മരിച്ച വ്യക്തിയായ മർത്തിശലേഖ്. ആരാണ് മർത്തിശലേഖ് എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? അവന് ശേഷം പ്രളയം. അവന് ശേഷം ഈ വ്യക്തി മരിച്ച ദിവസമാണ് വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത്. നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്കം. അപ്പൊ പ്രാരംഭ 969 വയസ്സാണ് മർത്തിശലേഖ് മരിക്കുന്നത്. എത്ര വയസ്സിലാണ്? അപ്പൊ പ്രാരംഭ യുഗം എവിടെ പറയുന്നു ബൈബിളിലെ? ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ ആദം തൊട്ട് നോഹ വരെ പറഞ്ഞു. ഉൽപ്പത്തി 5 അതാണ് പ്രാരംഭ യുഗത്തെ കുറിച്ച് പറയുന്നത്. ഉൽപ്പത്തി 5-ാം അധ്യായം എടുത്ത്, ഉൽപ്പത്തി ബൈബിളുള്ളവരെല്ലാം ഉൽപ്പത്തി 5 എടുത്ത് അതിനകത്ത് എഴുതി അതിന്റെ എഡിറ്റിംഗ് ഒന്ന് വായിച്ച്. ആദം മുതൽ നോഹ വരെ. അപ്പോൾ ശ്രദ്ധിച്ച് വായിച്ച് പെട്ടെന്ന് വായിക്കും. ആദത്തിന്റെ വംശാവലി ഗ്രന്ഥമാണിത്. 5-ാം അധ്യായം ആദത്തിന്റെ വംശാവലി ഗ്രന്ഥമാണിത്. ദൈവം മനുഷ്യനെ തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. തന്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി. ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു? ദൈവത്തിന്റെ സാദൃശ്യം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ഈ പരിശുദ്ധിയാണ്. അപ്പൊ എന്നെ കാണുന്നവൻ ദൈവത്തെ കാണുന്നു. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞ എന്നെ കാണുന്നവൻ ദൈവത്തെ കാണുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഞാനും ഈശോയും ഒന്നാണെന്ന് അതിന്റെ അർത്ഥം. അടുത്തിരിക്കുന്ന വ്യക്തിയോട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു? അവന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. അവിടുന്ന് അവരെ അനുഗ്രഹിക്കുകയും മനുഷ്യർ എന്ന് വിളിക്കുകയും ചെയ്തു. അവരെ അനുഗ്രഹിക്കുകയും മനുഷ്യരെന്ന്. അപ്പോൾ ദൈവം മനുഷ്യനെ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സാദൃശ്യം എപ്പോഴാണ് നഷ്ടപ്പെടുന്നത്? പാപം ചെയ്തു. ആദത്തിന് 130 വയസ്സായപ്പോൾ അവന്റെ സാദൃശ്യത്തിൽ. ആദത്തിന് 130 വയസ്സായപ്പോൾ അവന്റെ സാദൃശ്യത്തിൽ ഉണ്ടായി. അപ്പൊ ദൈവത്തിന്റെ സാദൃശ്യം ആരുടെ സാദൃശ്യമായി? മനുഷ്യന്റെ സാദൃശ്യമായി. അവിടെയാണ് പൈശാചിക ശക്തികൾ മനുഷ്യനിലേക്ക് വരാൻ തുടങ്ങി. ആ ദൈവത്തിന്റെ സാദൃശ്യം വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ക്രിസ്തു വന്നത്. രക്ഷകനായി വന്ന് അവൻ ബലിയായി അവന്റെ രക്തത്താൽ നമ്മളെ നേടിയെടുക്കും. അപ്പൊ നമ്മുടെ സാദൃശ്യം ദൈവത്തിന്റെ സാദൃശ്യമായി. കണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നത്. അങ്ങനെ ആദം തൊട്ട് നോഹ വരെയുള്ള കാലഘട്ടത്തിൽ അതിൽ ഏറ്റവും പ്രായം ചെന്ന വ്യക്തിയാണ് ആര്? മെർത്തിശലേഖ്. അപ്പൊ ഈ മെർത്തിശലേഖിന്റെ മരണ സമയത്താണ് നോഹ പറഞ്ഞ വെള്ളപ്പൊക്കം ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നോഹയുടെ കാലഘട്ടം തൊട്ട് നോക്കി ഇനി. അപ്പൊ ആദം തൊട്ട് നോഹ വരെയുള്ള കാലഘട്ടം പ്രാരംഭ യുഗമാണെങ്കിൽ നോഹയുടെ ജനനം തൊട്ട് നോഹയുടെ വെള്ളപ്പൊക്കം തൊട്ടുള്ള ആ കാലഘട്ടം മധ്യയുഗമാണ്. എന്താണ് മധ്യയുഗം? മധ്യയുഗം മനുഷ്യന്റെ പ്രായം നിശ്ചയിച്ചു 120 വയസ്സ്. എത്ര? ഇന്ന് 120 വയസ്സിന് മുകളിൽ ഒരു മനുഷ്യന് പിന്നീട് ജീവിച്ചിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ 120 വയസ്സിന് മുകളിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ ഒക്കില്ല. മധ്യയുഗത്തിൽ മനുഷ്യന്റെ പ്രായം നിശ്ചയിച്ചു 120 വയസ്സ്. ഹല്ലേലൂയ. മധ്യയുഗം കഴിഞ്ഞാൽ അന്ത്യയുഗം. ഈശോയുടെ ജനനം തൊട്ട് അന്ത്യയുഗം തുടങ്ങി. അതുകൊണ്ടാണ് അവസാന നാള്. ബൈബിളിൽ അവസാന നാളെന്ന് പറഞ്ഞാൽ എന്താ? ഇനി ഒരു യുഗമില്ല. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ഇനി ഒരു യുഗമില്ലെന്ന്. ഇനിയൊരു നമ്മൾ വിചാരിക്കും ഇങ്ങനെ അങ്ങനെ ജീവിച്ചു പോകാം. അന്ത്യയുഗം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ രണ്ടാം വരവ് ഏകദേശം അടുത്തിരിക്കുന്നു. അവസാന നാളുകളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയുക, തിമോത്തിയോസിനോട് പറയുക. കണ്ടോ? 2 തിമോത്തിയോസ്
3-ാം അധ്യായം 1 തൊട്ടുള്ള തിരുവചനം. അവിടെ എന്താ പറയുന്നത്? വായിച്ചേ. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 1 തൊട്ടുള്ള തിരുവചനം വായിച്ചു. കിട്ടിയോ മോളെ? വായിച്ചു. അപ്പോൾ സ്വാർത്ഥ സ്നേഹികൾ അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയം വരും. അവനത് കിട്ടിയില്ലെങ്കിൽ അവനെ അങ്ങ് വായിക്കുക. കിട്ടി. ആരാ ഈ സഹോദരിമാരാരെങ്കിലും? അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ആരാ വായിക്കുന്നത്? ഓനാണോ? അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും. അപ്പോൾ അവസാന നാടുകളിൽ ഉണ്ടാകുന്നവരാണ് എന്താണ്? സ്വാർത്ഥ സ്നേഹികൾ. സ്വാർത്ഥതയില്ലാത്തവരൊന്ന് കൈപൊക്കി. നിങ്ങൾ എപ്പോഴെങ്കിലും ഉപസാര കൂട്ടി ചെന്നിട്ട് എനിക്ക് സ്വാർത്ഥതയുണ്ട് എന്നുള്ള ഭാവം പറഞ്ഞിട്ടുണ്ടോ? ഒരു ക്രൈസ്തവനാണോ അവന് സ്വാർത്ഥത പാടില്ല? അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ക്രിസ്ത്യാനിക്ക് സ്വാർത്ഥത പാടില്ല. നോക്കി. അപ്പൊ സ്വാർത്ഥ സ്നേഹികൾ അവസാന കാലം ഉണ്ടാവുന്നു. എന്റെ സ്വന്തം കാര്യം മാത്രം, എന്റെ കാര്യം മാത്രം, ഞാനും എന്റെ കുടുംബവും, അല്ലെങ്കിൽ ഇങ്ങനെ പറയും, ഞാനും എന്റെ കുടുംബവും എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ ഭാര്യ, എന്റെ പെമ്മളയും, എന്റെ മക്കളും, എന്റെ പട്ടിയും. ഇത് എനിക്ക് മറ്റുള്ളവരുടെ കാര്യമൊന്നും, നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നുണ്ടോ? നീ എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യമൊക്കെ? ബൈബിളിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കാക്കയെ നോക്കാൻ. എന്താണ്? ക്രിസ്ത്യാനി കാക്കാമാരാകണമെന്ന്. കാക്കയ്ക്ക് ഒരു ആഹാരം കിട്ടിയ മറ്റ് കാക്കകളെ ഒരുമിച്ച് ഉണ്ട്. പക്ഷെ കാക്കമാരായാലും മറ്റവരായി എന്നുവെച്ചാൽ നമ്മൾ അങ്ങനെ ആയിപ്പോയി. ഹല്ലേലൂയ. ദൈവവചനത്തിന് വിരുദ്ധമായി ജീവിക്കുന്ന ഒരു സമൂഹമായി ക്രിസ്ത്യാനി മാറി. പെറ്റുപെരുകാനാ വന്ധീകരണത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്ന വ്യക്തികളായി മാറി നമ്മൾ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രൈസ്തവ വിശ്വാസത്തിന് വ്യതിചലിച്ചു പോയി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ വചനപ്രഘോഷണം ഒക്കെ ഓരോ തിരുനാളുകളിലും തരികയാണ്. സ്വാർത്ഥ സ്നേഹികൾ. അപ്പൊ എന്താണ് സ്വാർത്ഥത? എന്റെ സ്വന്തം കാര്യം. നല്ല സമരിയാക്കാരന്റെ ഉപമ നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഈ നല്ല സമരിയാക്കാരന്റെ ഉപമയിൽ ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് എങ്ങോട്ട് പോവായിരുന്നു? അപ്പൊ അവൻ പോകുന്ന വഴിയിൽ അവൻ കൊള്ളക്കാരന്റെ പിടിച്ച് അർദ്ധപ്രാണനായി കിടക്കും. അപ്പോഴൊരു കാലച്ച കേൾക്കുന്നു. കാലച്ച കേൾക്കുമ്പോ ഇവൻ ഇങ്ങനെ ചെറിയ ബോധമുണ്ട്. നോക്കിയപ്പോഴ് അദ്ദേഹത്തിന്റെ യഹൂദ പുരോഹിതനാണ് വരുന്നത്. അവനെ കണ്ടെങ്കിലും മറുവശത്തോടെ. അപ്പൊ ഈ പുരോഹിതന്റെ സ്ഥാനത്താണ് നമ്മൾ വരുന്നത്. ഞാൻ അവനെ സഹായിച്ചാൽ എനിക്കെന്ത് പറ്റും? ഈ അപകടമരണങ്ങളൊക്കെ കൂടുതൽ നടക്കുന്നതാണ്. ഞാൻ അവനെ സഹായിച്ചാൽ എനിക്കെന്ത്? എന്റെ സമയം പോകും, വെറുതെ കേസും വഴക്കൊന്നും. എനിക്ക് ഈ 8 വർഷത്തിന് മുമ്പ് ഞാൻ അടൂര് ഒരു പള്ളി ധ്യാനത്തിന് പോകും. അപ്പോൾ ധ്യാനത്തിന്റെ അടുക്കൽ ഈ വിഷയം പറഞ്ഞപ്പോഴ് ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ ബ്രദറെ ഒരു മീൻ വിൽക്കാൻ നടക്കുന്ന പെട്ടിവണ്ടിയാണ്. ഈ ബ്രദർ പ്രസംഗത്തിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് അടൂര് ഈ അനൂപിന്റെ പ്രായം, എൻ്റെ മോന്റെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ഡിവൈഡറിന്റെ ഇടിച്ച് അവന്റെ ബൈക്ക് ഇന്ന് തെറിച്ചവൻ റോഡിൽ വീണ് തലയിടിച്ച് ചോര പോവും. ഈ ചെറുപ്പക്കാരൻ 10 കാറിന് കൈ നീട്ടിയിട്ടും 10 കാർ നിർത്തിയില്ല. എന്നിട്ട് പറയും, ഈ 10 കാറിലും ഇങ്ങനെ കുരിശ് തൂങ്ങിക്കിടക്കും. പക്ഷെ ഇവന്റെ ആ മീൻ വണ്ടിക്കകത്ത്, മീൻ വിറ്റിട്ടില്ല, ആ വണ്ടിക്കകത്ത് കയറ്റി ഇവനെ ആ ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു 5 മിനിറ്റ് കൂടെ വൈകിയായിരുന്നെങ്കിൽ ആള് മരിച്ചു. അപ്പൊ ഇവിടെ കുരിശും എല്ലാം ഉണ്ട്. പക്ഷെ സ്വാർത്ഥത, എന്റെ മാത്രം കാര്യം, സ്വന്തം കാര്യം മാത്രം. സ്വാർത്ഥ സ്നേഹികൾ എന്ന് കൂടിക്കൊണ്ടിരിക്കുക ദൈവത്തിന്റെ നാട്ടിൽ പോലും. നമുക്ക് തിരുനാളുകളും പെരുന്നാളുകളും ഒക്കെ ഉണ്ട്. പക്ഷെ ജീവിതത്തിൽ യാതൊരു മാറ്റവുമില്ലാത്ത ജീവിതം നയിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. 3 അപ്പൊ സമരിയാക്കാരൻ 3-ാം അധ്യായം 1 തൊട്ടുള്ള 1 ാം വാക്യം. 3-ാം അധ്യായം 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 1 ാം വാക്യം.
നല്ല സമരിയക്കാരൻ എന്ന് പറയുന്നത് ക്രിസ്തുവാണെങ്കിലും നമ്മൾ ഓരോരുത്തരെയും ദൈവം വിളിക്കുക നല്ല സമരിയക്കാരനാകാൻ, ദൈവത്തെ കൊണ്ട് നല്ലത് എന്ന് പറയിപ്പിക്കുവാൻ. അപ്പോൾ ആദ്യം ഒരു പുരോഹിതൻ കടന്നുപോയി. അത് നമ്മുടെ സ്ഥാനത്ത് നിന്ന് നോക്കുക, ഞാൻ അവനെ സഹായിച്ചാൽ എനിക്കെന്ത് പറ്റും. രണ്ടാമനും ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ അവനെ സഹായിച്ചാൽ എനിക്കെന്ത് പറ്റും. മൂന്നാമൻ ചിന്തിച്ചു, ഞാൻ അവനെ സഹായിച്ചില്ലെങ്കിൽ അവനെന്ത് പറ്റും. ഞാൻ അവനെ സഹായിച്ചില്ലെങ്കിൽ അവനെന്ത് പറ്റും. മറ്റുള്ളവന്റെ വേദന, അവന്റെ ഒരു ഭാര്യയുണ്ട്, അവന് 4 മക്കളുണ്ട്, 4 മക്കൾക്ക് അപ്പനില്ലാതാകും, ഭാര്യ വിധവയാകും. ഈ ബോധ്യത്തിന്റെ പേരാണ്, ഈ ബോധ്യം നിങ്ങളിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾ സ്വാർത്ഥതയില്ല. ഹല്ലേലൂയ. അപ്പോൾ അവനെന്ത്, ആദ്യം നല്ല സമരിയാക്കാരന്റെ ഒന്നാമത്തെ ഗുണം എന്താ, അവനെ കണ്ടു. അടുത്തിരിക്കുന്ന വ്യക്തികളെ ഒന്ന് കണ്ടേ, മുഖത്തോട് മുഖം നോക്കിക്കേ. എന്നിട്ട് കൈക്ക് പിടിച്ചോണ്ട് പോരാ, കണ്ണുണ്ടായ പോരാ, കാണണമെന്ന് പറഞ്ഞു. കണ്ണുണ്ടായ പോലെ കണ്ണുണ്ടായ പോലെ കാണണം. ഈ കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞ കഞ്ഞ, ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞ കഞ്ഞ എങ്ങനെ ഈ കൂട്ടായ്മ ഉണ്ടായത്? ഈ സഭയെ ഇങ്ങോട്ട് നോക്കി, സഭയെ 4 തൂണുകൾ സഭയ്ക്ക്. എന്താ 4 തൂണുകൾ? അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 42-ാം വചനം. 1 പ്രബോധനം, 2 കൂട്ടായ്മ, 3 അപ്പം മുറിക്കൽ, 4 പ്രാർത്ഥന. എന്ന് പറഞ്ഞ് 1 എന്താ പ്രബോധനം? ഇങ്ങോട്ട് നോക്കിക്കേ, എന്താ പ്രബോധനം? നിങ്ങള് വിശുദ്ധ കുർബാന തുടങ്ങുമ്പോൾ എങ്ങനെ പാടുന്നത്? വെളിവ് നിറഞ്ഞോരീശോ നിൻ വെളിവാൽ. ഒന്ന് പഠിക്കും, ഒന്ന് പഠിക്കും. അതിന്റെ അർത്ഥം എന്നാ? അതിന്റെ അർത്ഥം എന്നാ? വെളിവ് നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണും. ഇതിന്റെ അർത്ഥം എന്നാ മോനെ? ഇവിടെ പാടുന്നവരാരാ? പള്ളി പാടുന്നവരാരാ? മോനെ, വെളിവ് നിറഞ്ഞോർ ഈശോ നിൻ വെളിവാൽ കാണുമെന്ന് പറഞ്ഞാൽ എന്നാ? പ്രകാശമൊന്നുമല്ല. വെളിവ് നിറഞ്ഞോർ എന്ന് പറഞ്ഞാൽ, വെളിവെന്ന് പറഞ്ഞാൽ ജ്ഞാനം, സകല ജ്ഞാനം നിറഞ്ഞ ഈശോയെ നിന്നെ കുറിച്ചുള്ള അറിവിൽ ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ വായിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നത്. അങ്ങനെ വരുവാണെങ്കിൽ ഒരിക്കലും വിശുദ്ധ കുർബാനയ്ക്ക് മൊബൈലും കൊണ്ട് നിങ്ങൾ വരുന്നില്ല. വിശുദ്ധ കുർബാനയിൽ കൈകെട്ടി നിൽക്കത്തില്ല. വിശുദ്ധ കുർബാന അഗ്നിമയന്മാർ പോലും, അഗ്നിമയന്മാരാരെ നോക്കി? ഭയത്തോടും പറയലോടും കൂടെ നിൽക്കും. ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയ്ക്ക് തിയേറ്ററിൽ കേടുന്നവർ ഈ വാതിൽ കൂടി വരുത്തില്ല, ആനവാതിൽ കൂടി കടന്നു വരും. എന്താ ആനവാതിൽ കൂടി കടന്നു വരുന്നത്? വിശുദ്ധ മാർഗരറ്റിനോട് പറഞ്ഞിട്ടുണ്ട്, ഓരോ വിശുദ്ധ കുർബാനയ്ക്കും ഞാൻ ആനവാതിൽക്കൽ എടുക്കൽ നിൽക്കും. അവിടെ ഒന്ന് കുമ്പിട്ട്, ഈശോയെ ഒന്ന് കുമ്പിട്ട് ആദ്യം ഒന്ന് വണങ്ങിയതിനു ശേഷമാണ് വഴിയിലേക്ക് വരുന്നത്. അപ്പൊ വെളിവ് നിറഞ്ഞോ ഈശോ നിൻ വെളിവാൽ കാണുമെന്ന് പറഞ്ഞാൽ, സകല വെളിവിന്റെയും ജ്ഞാനത്തിന്റെ ഉറവിടമായ ഈശോയെ നിന്നെ കുറിച്ചുള്ള അറിവിൽ ഈ വിശുദ്ധ ബലിക്ക് ഞാൻ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതാണ് ഈ പ്രബോധനം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് സഭയുടെ, പരിശുദ്ധ കത്തോലിക്ക സഭയുടെ CCC മതബോധന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുകയാണ്, വിശുദ്ധ കുർബാനയ്ക്കും വചനത്തിനും ഒരേ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്. വചനം അറിയാത്തൊരു വ്യക്തിക്ക് വിശുദ്ധ കുർബാന എന്താണെന്ന് അറിയത്തില്ല. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, വചനം അറിയാത്ത വ്യക്തിക്ക്. അതുകൊണ്ടാണ് പ്രബോധനം. നോക്കി, പ്രബോധനം എവിടെ? പ്രബോധനം നിങ്ങൾ ലൂക്കാസ് വിശേഷത്തില് എടുക്കേണ്ട 24:13 ജെറുസലേമിൽ നിന്ന് എമാവൂസിലേക്ക് 2 ശിഷ്യന്മാര് പോവുക. അവരെ യേശു കൂടെ നടന്നിട്ട് യേശോയെ തിരിച്ചറിഞ്ഞില്ല. ഈശോ അപരിചിതനായിട്ട് മനസ്സിലായി. പക്ഷെ ഈശോ ആരാണെന്ന് ആ 11.5 കിലോമീറ്റർ ദൂരം അവർക്ക് പ്രബോധനം കൊടുത്തു. മോശ തൊട്ട് സകല പ്രവാചകന്മാരും പറഞ്ഞ പ്രവചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ
അവർ നിർബന്ധിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളോടൊത്ത് വസിക്കണമേ, ഞങ്ങളോടൊത്ത്. അവിടെ വെച്ച് അപ്പം എടുത്ത് മുറിച്ചപ്പോൾ അത് കർത്താവാണെന്ന് കണ്ടു. ഓരോ കുർബാനയിലും ആരുണ്ട്? അവരുടെ കണ്ണു തുറക്കപ്പെട്ടു. ഓരോ വിശുദ്ധ കുർബാനയും നിന്റെ കണ്ണു തുറക്കപ്പെടണം. മറ്റുള്ളവനെ കാണണം, മറ്റുള്ളവന്റെ വേദനകൾ മനസ്സിലാക്കണം, മറ്റുള്ളവന്റെ നൊമ്പരങ്ങൾ മനസ്സിലാക്കണം. അവിടെയാണ് കൂട്ടായ്മ ഉണ്ടാകുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? അപ്പോൾ അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം ശ്രദ്ധിച്ചേ. 2-ാം അധ്യായം 42-ാം വചനം എന്താ പറയുന്നത്? അവർ അപ്പോസ്തലന്മാർ വായിച്ച് 2:42 പെട്ടെന്ന് വായില്ലേ. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം എന്താണ് പ്രബോധനം? പ്രബോധനം എന്ന് പറഞ്ഞാൽ വചനത്തെ കുറിച്ചുള്ള ആഴമായ ബോധ്യം, സഭയുടെ പ്രബോധനം, മാർപ്പാപ്പമാര് നൽകുന്ന പ്രബോധനം. അപ്പൊ പ്രബോധനം കഴിഞ്ഞാൽ എന്താ? കൂട്ടായ്മ. പ്രബോധനം കഴിഞ്ഞാണ് കൂട്ടായ്മ. എന്താ കൂട്ടായ്മ? അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ചാൽ എന്താ കൂട്ടായ്മ? അപ്പോസ്തല പ്രവർത്തനം 4:32 കൂട്ടായ്മ. അപ്പോസ്തല പ്രവർത്തനം അതിന്റെ ഹെഡിങ് എഴുതിയിട്ടുണ്ട് കൂട്ടായ്മ എന്ന്. അതിന്റെ ഹെഡിങ് എന്നാ പറഞ്ഞിരിക്കുന്നത്? ഉറക്കെ വായിച്ചു. വിശ്വാസികളുടെ കൂട്ടായ്മ. മൈക്കൂടെ വായിക്കും. വിശ്വാസികളുടെ കൂട്ടായ്മ. വിശ്വാസികളുടെ കൂട്ടായ്മ. അപ്പൊ കൂട്ടായ്മ എന്താണെന്ന്. അപ്പോൾ ദൈവവചനം കേട്ടപ്പോൾ എന്തുണ്ടായി? ഉറക്കെ പറ. ദൈവവചനം കേട്ടപ്പോൾ മാനസാന്തരപ്പെട്ട് കൂട്ടായ്മ ഉണ്ടായി. പറ, ഒന്ന് ഉറക്കെ പറഞ്ഞേ. ദൈവവചനം കേട്ടപ്പോൾ മാനസാന്തരപ്പെട്ട് കൂട്ടായ്മ ഉണ്ടായി. അപ്പൊ ഈ കൂട്ടായ്മയിൽ അവിടെയാണ് അപ്പോസ്തല പ്രവർത്തനം 4:32 പറയുകയാണ് വിശ്വാസികളുടെ എന്താണ്? വിശ്വാസികളുടെ കൂട്ടായ്മ. വായിച്ചേ, ഇനിയും വായിച്ചേ. വിശ്വാസികളുടെ കൂട്ടായ്മ 4:32. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായി. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും. മോന്റെ പേരെന്നാ? ജീവൻ എഴുന്നേറ്റോ? ഒരു കാര്യം പറയാൻ വേണ്ടി. അപ്പൊ ഞാനും ജീവനും തമ്മിൽ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയവും ജീവന്റെ ഹൃദയവും ഒന്നാണ്. ജീവന്റെ വേദന എന്റെ വേദനയാണ്, ജീവന്റെ ദുഃഖം എന്റെ ദുഃഖമാണ്. ഇതാണ് കൂട്ടായ്മ. ഇടവക എന്ന് പറഞ്ഞാൽ എന്നാ? ഇനി പോയി. ഇടവക എന്ന് പറഞ്ഞാൽ എന്നാ? ഇടവക ഞാൻ ഇവിടെ ഇടവക്കാരെ നോക്കണം. മോനെ, ഇടവക എന്ന് പറഞ്ഞാൽ ഇടവക എന്ന് പറഞ്ഞാൽ ഇടയന്റെ വക, ഈശോയുടെ വക. ഇതാരുടെ വകയാ? അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരിക്കലും ഒരു ഇടവക വൈദികന്റെ കുറ്റം പറയാൻ പാടില്ല. കാരണം ഇടവക വൈദികൻ ഈശോയുടെ വകയാണ്. നിങ്ങൾ ഇടവക വൈദികന്റെ കുറ്റം പറയുവാണെങ്കിൽ അത് വലിയ കുമ്പസാരിക്കേണ്ട ഒരു പാവമാണ്. ഇതിനകത്ത് ഇടവക വൈദികന്റെ കുറ്റം പറയുന്ന വരാത്ത 7 പേരുണ്ടെന്ന് നമുക്ക്. ഈ വചനം കേൾക്കാത്ത 7 പേര് ഇടവക വൈദികരുടെ കുറ്റം പറയുന്നവർ. സാത്താൻ കൊണ്ടുവരത്തില്ലെന്ന്. അപ്പൊ ഇടവകയുടെ ഇനി 2 ഇടവകക്കാരുടെ കുറ്റം പറയും. അതാരാ? ഇടവകക്കാരായ ഈശോയുടെ വക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇടവക എന്ന് പറഞ്ഞാൽ ഇടയന്റെ വകയാണെങ്കിൽ അവിടെ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയുടെ പ്രത്യേകത എന്താ? വിശ്വാസികളുടെ സമൂഹം. വായിച്ചമോനെ. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവും. നല്ല സമരിയാകാരനെ പോലെ അവനെ കണ്ടു. അടുത്തിരിക്കുന്ന വ്യക്തി ഒന്ന് കണ്ടിട്ട് പറ, കണ്ണുണ്ടായ പോലെ കാണാൻ പഠിക്കണം. കണ്ണുണ്ടായ പോലെ നിങ്ങൾ ഈ വൃദ്ധഭവനങ്ങളിലൊക്കെ പോകണം. കൂടുതലും കത്തോലിക്കരുടെ അപ്പനും അമ്മയൊക്കെയാണ് ഈ വൃദ്ധഭവനത്തിൽ കിടക്കുന്നത്. അപ്പച്ചനെയും അമ്മച്ചിയും വാർദ്ധക്യത്തിൽ നോക്കാൻ അവർക്ക് സമയമില്ല. ഇവന് വാർദ്ധക്യം ഉണ്ടാകുമെന്ന് അവൻ അറിയത്തില്ല. അപ്പൊ വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു. അപ്പോൾ അവനാണ് മറ്റുള്ളവരെ കാണുമ്പോൾ എന്തുണ്ടാകും? അനുകമ്പയുണ്ടാവും. അവനെ കണ്ടപ്പോൾ
എന്തുണ്ടായി? അവനെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. എന്തുണ്ടായി? മനസ്സലിഞ്ഞപ്പോൾ അടുപ്പമുണ്ടായി, ബന്ധമുണ്ടായി. കണ്ടോ? ബന്ധമുണ്ടായപ്പോൾ എന്തുണ്ടായി? ഇവന്റെ 1 വർഷത്തേക്ക് വേണ്ടിയ വീഞ്ഞും എണ്ണയും അവന് കൊടുത്തു. എനിക്കുള്ളതല്ല നിനക്കൂടെ ഉള്ളത്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, എനിക്കുള്ളതല്ല നിനക്കൂടുള്ളത്. ആണോ? എനിക്കുള്ളതെല്ലാം നിനക്കൂടെ. ഇതിന്റെ പേരാണ് കൂട്ടായ്മ. ഈ കാലഘട്ടത്തിലാണ് ഗീവർഗീസായുടെ ജനനം. സഹത അങ്ങനെ ജീവിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹത പറഞ്ഞു, രാജാവിനോട് പറഞ്ഞു, രാജാവിന്റെ മകളല്ല മരിക്കാൻ പോകുന്നത്, എന്റെ മകളോടാണ്. അതുകൊണ്ടാണ് എന്റേതാണ്, രാജാവിൻ്റെതല്ല. നമ്മളാണെങ്കിൽ പറയും, വ്യാളം കൊണ്ടോട്ടതിനെയൊക്കെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ കൂട്ടായ്മ എന്താണ്? അപ്പൊ വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു. അടുത്ത വചനം പറയുന്നു, ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. ആർക്കും സ്വന്തമായിട്ടൊന്നുമില്ലായിരുന്നു. 350 വർഷം പരിശുദ്ധ കത്തോലിക്ക സഭയിൽ സ്വന്തമായിട്ട് ആർക്കും ഒന്നും ഇല്ലായിരുന്നു. ഈ സ്വന്തമൊക്കെ വന്നതോടുകൂടി സഭ ഇരുടാൻ തുടങ്ങി. സ്വാർത്ഥത വർദ്ധിച്ചു. 350 വർഷ കാലഘട്ടത്തിൽ സഭയിൽ ജീവിച്ചിരിക്കുന്നവർ മൊത്തം വിശുദ്ധരായിരുന്നു. ഗീവർഗീസ് സഹത മാത്രമല്ല, സഹതായുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എല്ലാ ക്രിസ്ത്യാനികളും ആരായിരുന്നു? അതിനുശേഷമാണ് വർഷത്തിലൊരിക്കലൊക്കെ വിശുദ്ധരാകാൻ തുടങ്ങിയത്. ഈ വിശുദ്ധരെ തന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നീയും മറ്റൊരു വിശുദ്ധനാകണം. ഹല്ലേലൂയ. അപ്പൊ വായിച്ചേ മോനെ, ആ കൂട്ടായ്മയുടെ പ്രത്യേകത. എല്ലാം പൊതുസ്വത്തായിരുന്നു. അപ്പോസ്തലന്മാർ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം. അല്ല, അതിനു മുമ്പ് കുറെ കാര്യം നീ വിട്ടുപോയി. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതുസ്വത്തായിരുന്നു. അപ്പോസ്തലന്മാർ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ കടബാധ്യതയുള്ളവർ ആരും ഇല്ലായിരുന്നു. അതിനെങ്കിൽ കടബാധ്യത ഇല്ലാത്തവര് എല്ലാവരും ഒരുപോലെ, ആർക്കും ദാരിദ്ര്യമില്ലായിരുന്നു അവരുടെ ഇടയിൽ. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ലിയോ 14 മാർപ്പാപ്പ പറഞ്ഞത്, കത്തോലിക്ക് പങ്കുവെക്കുന്നവനാണെങ്കിൽ ലോകത്തിൽ ഒരു മനുഷ്യനും ദാരിദ്ര്യം ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഹല്ലേലൂയ ഓശാനയൊക്കെ പറയുകയല്ലാതെ ജീവിതത്തിൽ ഒരു വാക്കുകൊണ്ട് കുറെ കാര്യങ്ങൾ ഈശോ പറയും. ജീവിതമില്ല, നമ്മുടെയൊക്കെ ജീവിതം നഷ്ടപ്പെട്ടിരിക്കുക. അതുകൊണ്ട് കർത്താവ് ഏത് സമയത്തും വരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തും. എന്താ വിശ്വാസം? വിശ്വാസത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന ഫെയ്ത്ത്. എന്താണ് ഫെയ്ത്തിനകത്ത്? എന്തുണ്ട് ജീവന്? ഫെയ്ത്തിനകത്ത് എന്തുണ്ട് ജീവന്? ഫെയ്ത്തിനകത്ത് ഒരു ഫ്രൂട്ടുണ്ട്. ഫെയ്ത്തിനകത്ത് എന്തുണ്ട്? ഫ്രൂട്ടുണ്ട്. എന്റെ വീടിന്റെ മുറ്റത്തൊരു കിളിച്ചുണ്ട മാവുണ്ട്. ഈ മാവ് നല്ല കിളിച്ചുണ്ട മാങ്ങ തരുന്നത്. ഏതെങ്കിലും മാവ് ആ മാങ്ങ ഭക്ഷിക്കുമോ? ഈ മാവ് അവ ഫ്രൂട്ട് കൊണ്ട് അനേകർക്ക് മധുരം കൊടുക്കും, ഫലം കൊടുക്കുകയും. വിശ്വാസി മറ്റുള്ളവർക്ക് ഫലമാകണം. ഫെയ്ത്തിനകത്ത് എന്തുണ്ട്? വിശ്വാസിയുടെ ഫ്രൂട്ട് എന്താ? ആത്മാവിൻ ഫലങ്ങൾ എന്നിൽ ചൊരിഞ്ഞ് ദൈവസ്വരൂപനാക്കണമേ, എന്നെ സ്നേഹസ്വരൂപനാക്കണമേ. സ്നേഹം, ശാന്തി, ആനന്ദത്താൽ, ക്ഷമയാൽ, ദയയാൽ, നന്മയാൽ എൻ ഹൃദയം നിറയ്ക്കണമേ. വിശ്വസ്തതയും സൗമ്യതയും ആത്മസമയനമേകി എന്നിൽ പുതു ചൈതന്യം ചൊരിയണം. അപ്പോൾ വിശ്വാസിയുടെ ഫലം എന്ന് പറഞ്ഞാൽ എന്തുവാ? ആത്മാവിന്റെ ഫലം. ഗലാത്യർ 5:22 എടുക്കണ്ട. ആത്മാവിന്റെ ഫലം സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ. സ്നേഹം, ആനന്ദം, സമാധാനം.
ഇത് മൂന്നും എന്നിലുണ്ടെങ്കിലേ എനിക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനും പോകും. ജീവനിലെ സ്നേഹം, ആനന്ദം, സമാധാനം, ഇത് മൂന്നും ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ, അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റുമോ? അപ്പൊ വിശ്വാസി ഫലദായകമായ വൃക്ഷമാണ്. അതുകൊണ്ടാണ് വിശ്വാസി ആദ്യതയിൽ നിന്നട്ട മരം പോലെയാണ്, ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. പിടികിട്ടിയ ആരാ വിശ്വാസി? വിശ്വാസി ആരാ? വിശ്വാസി ഫലം. വിശ്വാസി ഒന്നിലും ആകുലപ്പെടില്ല. കാരണം എന്നാ? ഒരു കത്തോലിക്കനെ സംബന്ധിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല. ഹെബ്രായർ 12:1 നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയൊരു സമൂഹമുള്ളതിനാൽ, എന്താ സാക്ഷി? നമ്മളിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയ അനേക സാക്ഷികൾ, ഗീവർഗീസ് പോലെ കോടിക്കണക്കിന് വിശുദ്ധന്മാരുള്ള സഭയുടെ പേരാണ് പരിശുദ്ധ കത്തോലിക്ക സഭ. കോടിക്കണക്കിന്. അപ്പൊ ഈ ഉള്ളതിനാൽ നമുക്ക് ജീവനെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമവും എല്ലാം അങ്ങ് ഏൽപ്പിച്ചുകൊണ്ട് നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടുകൂടി. ഹെബ്രായർ 12:1 വായിച്ചേ. ഹെബ്രായർ 12:1. എന്റെ സഹോദരി, ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് വായില്ലേ? മൈക്ക് കൊടുക്കാനുണ്ട്. മൈക്ക് ഓൺ ചെയ്യും. അത് പറഞ്ഞു തരണോ? എടാ മോനെ, നിനക്ക് കിട്ടിയോ? ഹെബ്രായർ 12:1. മൈക്ക് ഓൺ ആക്കിയോ? നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മളെ വിഷമിപ്പിക്കുന്ന പാവവും പാലവും, നമ്മളെ വിഷമിപ്പിക്കുന്ന എല്ലാം ഒരു ക്രിസ്ത്യാനി ഒരിക്കലും വിഷമിക്കരുത്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയാം, ക്രിസ്ത്യാനി വിഷമിക്കരുതെന്ന് പറഞ്ഞു. വിഷമമില്ലാത്തവന്റെ പേരാണ് ക്രൈസ്തവൻ. ഒന്നിനെ കുറിച്ചും ആകുലതയില്ലാത്തവന്റെ പേരാണ് ക്രിസ്ത്യാനി. ക്രിസ്തു ഉള്ളിലുള്ളവൻ. ക്രിസ്തു ഉള്ളിലുള്ളവൻ. ഹല്ലേലൂയ. അപ്പോൾ ഒന്നിനെ കുറിച്ചും അവൻ ആകുലതയില്ല. അവനെന്താ? നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ഭാരവും പാവവും നീക്കിക്കളയും. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം എങ്ങനെ ഓടണം? ഉറക്കെ പറഞ്ഞു. ഒന്ന് കൈക്ക് ഒന്ന് പിടിച്ചു കുലുക്കിക്കൊണ്ട് പറ, സ്ഥിരോത്സാഹത്തോടെ. എങ്ങനെ ഓടണം? സഹതായ പോലെ എങ്ങനെ ഓടണം? സ്ഥിരോത്സാഹത്തോടെ ഓടണം. ഇനി ആരെ നോക്കി ഓടണം? ഹെബ്രായർ 12:2 അടുത്ത പോലെ. നമ്മുടെ വിശ്വാസത്തിന്റെ നമുക്കൊരു നാഥനം. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പോലെ നമുക്കൊരു നാഥനം. അതുകൊണ്ട് ക്രിസ്ത്യാനി അനാഥരല്ല. അനാഥാലയമൊന്നും ഇടരുന്ന ഇപ്പോഴത്തെ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. എല്ലാ ക്രൈസ്തവനും ഒരു നാഥനും. അടുത്തിരിക്കുന്ന വ്യക്തികളാണ് എന്തുണ്ട്? നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും. അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നതിനുമായ യേശുക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈക്ക് മുറുകെ പിടിച്ചുകൊണ്ട് പറ, യേശുക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഓടണമെന്ന്. ആരെ കണ്ടുകൊണ്ട് ഓടണം? യേശുക്രിസ്തുവിനെ. ഇങ്ങോട്ട് ഓടി. ഞാൻ പറയുക, യേശുക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഓടണം. ആരെ കണ്ടുകൊണ്ട് ഓടണം? പേരെന്നാ? ജസൻ ജോസഫേ. യേശുക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഓടിയാൽ എന്താ ഗുണം? യേശുക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഓടിയാൽ, പ്രിയ സഹോദരങ്ങളെ, ഈ ഗീവർഗീസായുടെ തിരുനാളിൽ സഹദാ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കും. ആരെ മുന്നിൽ കണ്ടുകൊണ്ട് ഓടിയാൽ? ആരെ മുന്നിൽ കണ്ടുകൊണ്ട് ഓടിയാൽ? അപ്പൊ യേശുക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഓടിയാൽ എന്താ ഗുണം? യെശയ്യാ 40-ാം അധ്യായം 29 തൊട്ട് 31 വരെ പെട്ടെന്ന് വായിക്കും. സമയക്കുറവായ യെശയ്യാ 40-ാം അധ്യായം 39 തൊട്ട് 29 തൊട്ട് 29 തൊട്ട് 31 വരെ. യെശയ്യാ
40-ാം അധ്യായം 29 തൊട്ട് 29-ാം വചനം തൊട്ട് 31 വരെ വായിച്ചു. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു. തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു. എന്താണ് തളർന്നവന്? എന്താ ഈ തളർന്നെന്ന് വെച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ ഒന്നിനും ഒരു ശുഷ്കാന്തിയും. രാവിലെ 10 മണിക്ക് എഴുന്നേൽക്കുന്നു. തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു. ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. എന്താണ്? അപ്പൊ യേശുക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഓടിയാൽ തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി നൽകുന്നു. യുവാക്കൾ പോലും. യുവാവ് എന്നുള്ളത് നിന്റെ പേര് പറ. മോനെ നിന്റെ പേര് പറയണ. അജിന് പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. അജിൻ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ജീവൻ ശക്തി അറ്റ് വീണേക്കാം. എന്നാൽ ജീവൻ ദൈവത്തിൽ ആശ്രയിച്ചാൽ എന്ത് സംഭവിക്കും? വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വീരും. എന്താ ഈ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും എന്ന് പറയുന്നത്? എന്താ ഈ കഴുകന്റെ 5 പ്രത്യേകതകളുണ്ട്. ഒന്ന്, കഴുകൻ. കഴുകൻ ഉന്നത വലിയ ഉയരങ്ങളിലാണ് പറഞ്ഞത്. താഴെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ആര് കാണും? കഴുകന് നല്ലൊരു കാഴ്ചപ്പാടും. ഈ കാലം എങ്ങനെയാ പോകുന്നതെന്ന് ക്രിസ്ത്യാനിക്ക് മനസ്സിലാകും. കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം തന്നുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. ഏറ്റവും ഫാത്യമായും ചൊല്ലുന്നു, പാപ വഴികൾ ഉപേക്ഷിക്കൂ, ഭാവിക്കായി പ്രാർത്ഥിക്കൂ. അപ്പോൾ കാലം എങ്ങനെയാ പോകുന്നതെന്ന് ആർക്കറിയാം? കഴുകന്റെ സ്വഭാവം ഉന്നതം, കാഴ്ചശക്തിയാണ്. കഴുകൻ കൂടുകൂട്ടുന്നത് ഏറ്റവും ഉയർന്ന സ്ഥലത്താണ്. അവന്റെ കൂട് പൊളിക്കാൻ ആർക്കും സാധിക്കത്തില്ല. നീ ക്രൈസ്തവനാണോ? നിന്റെ ഭവനം എപ്പോഴും സുരക്ഷിതമാണ്. ഇടി മിന്നലേക്കത്തില്ല, വെള്ളപ്പൊക്കം ഉണ്ടാകത്തില്ല. നീ എവിടെ താമസിച്ചാലും നിന്നെ ദൈവം കാത്തുകൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി കഴുകന്റെ 3-ാമത്തെ പ്രത്യേകത ശ്രദ്ധിച്ചു. 3-ാമത്തെ പ്രത്യേകത, ഈ പക്ഷികൾ, ഒരു കഥയാണ്. പക്ഷികളെല്ലാം ഒരുമിച്ച് കൂടി. അപ്പോ എല്ലാം മഴയുള്ള സമയമായിരുന്നു. എല്ലാ പക്ഷികളും മഴ നനഞ്ഞ് ഉതിർന്നിരിക്കും. കഴുകനെ നോക്കിയപ്പോൾ ഒരു തുള്ളി വെള്ളം അവന്റെ ദേഹത്ത്. അപ്പൊ കഴുകനോട് ചോദിച്ചു, കഴുക, നീന്റെ ദേഹത്ത് ഒരു തുള്ളി വെള്ളമില്ലല്ലോ. അപ്പൊ പറഞ്ഞു, നിങ്ങൾ മേഘത്തിന് കീഴിലാ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ മേഘത്തിന് മുകളിലാ. കണ്ടോ? ഈ ലോകത്തിലെ ഓരോ പ്രശ്നങ്ങളും നിന്റെ ജീവിതത്തിൽ ഏൽക്കുകയില്ല. കാരണം നീ കഴുകനാണ്. നിന്റെ കൂടെ ക്രിസ്തുവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി കഴുകന്റെ അടുത്ത പ്രത്യേകത, കഴുകൻ കുഞ്ഞുങ്ങളെ അലസരാക്കുന്നു. കുഞ്ഞ് ചിറകൊക്കെ അങ്ങോട്ട് തുറന്നു വീഴുമ്പോൾ ആ കൂട് പൊട്ടിച്ചിട്ട് വെളിയിൽ ചാടിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പറക്കാൻ ശേഷിയില്ലാതെ വരുമ്പോൾ വന്ന് താങ്ങും. അങ്ങനെ നിരന്തരം പരിശീലനം കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിക്കും. കുഞ്ഞുങ്ങളെ അലസരാക്കത്തില്ല. നമ്മുടെ മക്കളെ മാതാപിതാക്കൾ, ക്രിസ്ത്യാനിയുടെ അപ്പനും അമ്മയുടെ പ്രത്യേകത എന്താ? മോളെ നീ ഇറങ്ങിക്കും. ഇങ്ങനെ സ്ലിം ബ്യൂട്ടി ആയിട്ട് ക്യൂടെക്സ് വേണ്ടി ഇങ്ങനെ നടന്നു. കെട്ടിക്കൊണ്ട് പോകുന്നവന് ഒരു കട്ടൻ കാപ്പി ഇട്ട് കൊടുക്കാൻ പോലും അറിയാത്ത വർഗങ്ങളായി തീർന്നിരിക്കുക. മാവേലിക്കര കോടതിയിൽ ജഡ്ജിയോട് ചോദിച്ചു, 1500 കേസുകളിൽ 1200 കേസും ക്രിസ്ത്യാനികളുടെയാണ്. ഹല്ലേലൂയ. അഡ്ജസ്റ്റ്മെന്റിനില്ല, ജോലി ചെയ്യാൻ അറിയത്തില്ല, അതൊന്നും പഠിച്ചു കൊടുത്തില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ മക്കളെ ജർമ്മനിയിൽ പോയി നിരിക്കട്ടെ. നിങ്ങൾ ചോദിക്കും, നിങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് പോയോ, കൊന്ത ചൊല്ലിയോ, സന്ധ്യാപ്രാർത്ഥന നടത്തിയെന്നോ? മോളെ നീ എന്താ കഴിച്ചടി? ഇതൊക്കെയല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? നീ പ്രാർത്ഥിച്ചോ? നീ കുർബാനയ്ക്ക് പോയോ? വചനം വായിച്ചോ? എന്താ അപ്പനും അമ്മയും ചോദിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കരമുയർത്തി ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, കഴുകന്റെ 4 പ്രത്യേകതകളുണ്ട്. അവന്റെ അടുത്ത പ്രത്യേകത എന്താ? അടുത്ത പ്രത്യേകത നിങ്ങളൊന്ന് ഊഹിച്ച്. കഴുകൻ കുറെ വർഷങ്ങളാകുമ്പോൾ ഇവന്റെ ചിറകിൽ ഈ തൂവലുകളൊക്കെ പഴവും. അവനെന്തെടുക്കും? അവൻ ഉയർന്ന മലയിൽ ചെന്നിരുന്ന് ഈ തൂവലുകളെല്ലാം കൊത്തിവലിക്കും, ചുണ്ടെല്ലാം ഒരയ്ക്കും, കാലിലെ നഖമൊക്കെ വീഴും. അങ്ങനെ കുറെ കഴിയുമ്പോൾ 2-3 മാസം കഴിയുമ്പോൾ ഈ ചുവലുകളൊക്കെ പുതുതാവും, വീണ്ടും പുതുക്കപ്പെടും. അതാണ് ക്രിസ്ത്യാനിയുടെ ജീവിതം. 32ാമത്തെ വർഷം വചന ശുശ്രൂഷയും. ഹല്ലേലൂയ. 160 വേളാങ്കണ്ണി ട്രിപ്പ് നടത്തി കഴിഞ്ഞു. 9,000 ശിഷ്ടം ആളുകൾ ഇതിനോടകം വേളാങ്കണ്ണി വന്നു കഴിഞ്ഞു. 17 മണിക്കൂർ വചനം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ട്രിപ്പ് നടത്താം. 4 പള്ളികൾ, 3 ദിവസത്തെ ട്രിപ്പാണ്. ഭക്ഷണവും എല്ലാം ഞങ്ങളുടെ പ്രദേശത്ത് തന്നെ കൊടുക്കുന്നത്. വെളിയിൽ നിന്ന് ഒരു ഭക്ഷണവും യാത്രയും എല്ലാം കൂടെ പഴയ ചാർജ് തന്നെ, 10 വർഷത്തിന് മുമ്പുള്ള ചാർജ് തന്നെ. താമസ സൗകര്യവും ഭക്ഷണം എല്ലാം കൂടി 3 ദിവസത്തെ യാത്ര, 4 പള്ളികൾ, 17 മണിക്കൂർ വചന ശുശ്രൂഷ. വേളാങ്കണ്ണിയിൽ ഒരു ദിവസം മൊത്തം. പിറ്റേ ദിവസത്തെ കുർബാനയോടെ കഴിഞ്ഞിട്ട് നമ്മൾ പോരുന്നത്. അവിടെ കുരിശിന്റെ വഴി ജപമാല. പ്രാർത്ഥനയ്ക്കുള്ളവർക്ക് മാത്രമേ പങ്കെടുക്കാനും പോകുള്ളൂ. വേളാങ്കണ്ണി തവണ കുരിശിന്റെ ജപമാലയിൽ കൂടി പങ്കെടുക്കുമ്പോൾ തന്നെ വലിയൊരു അനുഭവം നിങ്ങൾക്ക് കിട്ടും. എല്ലാം കൂടെ സർവ്വചലവും ഒരു വ്യക്തിക്ക് 3,500 രൂപയുള്ളൂ. നിങ്ങളുടെ ഈ പള്ളിയിൽ നിന്ന് വന്ന് കൊണ്ടുപോകാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മതി. ഹല്ലേലൂയ. ഇതിന് താല്പര്യമുള്ള ആൾക്കാർ പോയവരെ തന്നെ വരുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈ വചനത്തോടൊക്കെ ഉള്ള താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, കുറെ പേർക്ക് താല്പര്യമുള്ളത് കൊണ്ടാണ് ഈ ലോകം ഇന്നിങ്ങനൊക്കെ നിലനിന്ന് പോകുന്നത്. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പൊ കഴുകനെ പോലെ ചിറകടിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ, അപ്പൊ ലൗകിക മനുഷ്യൻ ആരാണെന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ വന്നത്. അപ്പൊ ലൗകിക മനുഷ്യൻ ആരാണ് ലൗകിക മനുഷ്യൻ? 2 തിമോത്തിയോസ് 3-ാം അധ്യായം 1 തൊട്ടുള്ള തിരുവചനം. അവസാന നാളുകൾ. അപ്പൊ പ്രാരംഭയുഗം, മധ്യയുഗം, അന്ത്യയുഗം. ഇനി ഒരു യുഗമുണ്ടോ ജീവന്? അപ്പൊ ഈ ക്രിസ്തു ഏത് നിമിഷം വേണമെങ്കിലും ഒരുങ്ങിയിട്ടുണ്ടോ? അപ്പൊ അവസാന കാലം സ്വാർത്ഥ സ്നേഹികൾ. വായിച്ചു മൈക്കൂർ ഓണല്ലേ? അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനഭോഗികളും അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. ക്ലേശപൂർണമായ സമയം എന്ന് പറഞ്ഞാൽ എന്തുവാ? വീടിന് വെളിയിലോട്ട് ഇറങ്ങാത്തക്കവണ്ണമുള്ള ചൂട്, ഉഷ്ണം, എല്ലാം ക്ലേശപൂർണമാണ്. പാമ്പ് വീട്ടിൽ കയറി മക്കളെ കൊത്തും. പാമ്പിന്റെ മേൽ ചവിട്ടി നടക്കാൻ അധികാരം തന്ന ക്രൈസ്തവനെ തന്നെ ഇന്ന് പാമ്പ് കൊത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, കേക്ക്. അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയം വരും. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും. അപ്പോൾ ആരുണ്ടാവും? എന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഇവരെ വിളിക്കുന്ന പേരാണ് സ്വാർത്ഥ സ്നേഹികൾ. ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ സ്വാർത്ഥ സ്നേഹികൾ. എവിടെ പറയുന്നു? 17-ാം സങ്കീർത്തനം 14-ാം വചനം. പെട്ടെന്ന് എടുത്തേ. 17-ാം സങ്കീർത്തനം 14-ാം വചനം. ഈ മിടുക്കനാണല്ലോ അവനെ. എന്റെ പേരെന്നാണ്? മിടുക്കനാണ് കേട്ടോ. 17-ാം സങ്കീർത്തനം എത്രല്ല പഠിക്കുന്നത്? 7. ഈ മിടുക്കനെ പെട്ടെന്ന് എടുക്കുന്നുണ്ട്. 17-ാം സങ്കീർത്തനം 14-ാം വചനം. ആഴ്ച 17-14. ഇഹലോക ജീവിതം മാത്രം. നോക്കി എന്നെ എല്ലാവരും നോക്കി. ഈ ലോക ജീവിതം എത്ര നാളുണ്ട്? ഏറിയാൽ 80 അല്ലെങ്കിൽ 80-ന് മുകളിലുള്ള എല്ലാം ബോണസ്. 80-ന് മുകളിലുള്ള എല്ലാം 80 വർഷം എന്ന് പറഞ്ഞാൽ 29,832 ദിവസമേ ഉള്ളൂ. 80 ഇപ്പൊ തന്നെ പകുതി വർഷം തീർന്നില്ലേ സൗകര്യം? അപ്പോ ശ്രദ്ധിക്കുക. അപ്പൊ ഇഹലോക ജീവിതം മാത്രം. ഈ ലോകത്തിൽ വലിയ കെട്ടിടം വെക്കുക, പടക്കം പൊട്ടിക്കുക, ഇങ്ങനെ ആഘോഷം നടത്തുക, ഇങ്ങനെ ചമർത്ത് നടക്കുക, ആത്മീയമായ യാതൊരു വളർച്ചയുമില്ലാത്തവന്റെ പേരാണ് ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന
മർത്യനിൽ നിന്ന്. എന്താണ്? മർത്യനിൽ നിന്ന്. മർത്യരിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ. അങ്ങയുടെ കരം. ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന ആരാ? ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങൾ മാത്രം അന്വേഷിക്കുന്നത്. ഈ കുണ്ട്രയിൽ കുറെ ഹൈന്ദവ സഹോദരിമാർ യേശുവിലേക്ക് അടുത്ത് അതിലൊരു സഹോദരി എഴുതിയൊരു 10-17 പാട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ മനോഹരമായ ഒരു പാട്ടാണ് സുഖം തേടി അലയുന്ന മനുജാതിന്റെ സുഖമത്ര കാലമെന്ന് പറയാമോ നീ, നിന്റെ സുഖമത്ര കാലമെന്ന് പറയാമോ നീ. കണ്ടോ? ജഡിക സുഖങ്ങളിൽ അലഞ്ഞു ഞാൻ നടന്നപ്പോൾ ജഗദീശനാരെന്നറിഞ്ഞില്ലയോ, തന്റെ ജഗദീശനാരെന്നറിഞ്ഞില്ലയോ. അവസാന ലൈനാണ്. ഇരുൾ മൂടിക്കിടക്കുന്ന ഹൃദയത്തിനുള്ളിൽ ഒരു ദീപം ഈശോയ്ക്കായി തെളിക്കയില്ലേ, ഒരു ദീപം ഈശോയ്ക്കായി തെളിക്കയില്ലേ. അപ്പൊ ശ്രദ്ധിക്കുക, അവസാന നാളുകളിൽ സ്വാർത്ഥ സ്നേഹികളായ മനുഷ്യരുണ്ടാവും. അത് ഈ ലോക ജീവിതം മാത്രം. ഇവിടെ കുറെ പണം ഉണ്ടാക്കുക, ഇവിടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുക, അവസാനം നിത്യനരകത്തിലേക്ക് പോകും. നമ്മൾ വിചാരിക്കും നമ്മുടെ മരിച്ചവരൊക്കെ അന്ന് സ്വർഗത്തിൽ പോയെന്നാണ്. അങ്ങനെയൊന്നും പോകത്തില്ല പ്രിയരേ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കുള്ള പ്രതിഫലം കൊടുക്കാതെ നീ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സഹോദരനെ പോഷ എന്ന് വിളിച്ചാൽ തീനരകത്തിൽ പോകണ്ട. വിഡ്ഢി എന്ന് മക്കളെ വിളിച്ചാൽ അതിന്റെ പേര് കുമ്പസാരിച്ചിട്ടില്ലെങ്കിൽ ഒരു തനത് വിധിയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് മരിച്ചാൽ ഒരു തനത് വിധിയുണ്ട്. അതിനുശേഷം അന്ത്യവിധിയുണ്ട്. അന്ത്യവിധിയിൽ അവനെല്ലാം നിന്നോട് ചോദിക്കും, അന്ന് നിന്നെ സഹായിക്കാൻ ആരും കാണുകയും. ഹല്ലേലൂയ. അപ്പൊ ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്യനിൽ നിന്ന് അങ്ങയുടെ കരം. ഈ വചനം തന്നെ പൗലോസ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 15:10. ഇങ്ങോട്ട് നോക്കി. സങ്കീർത്തനം 15 നോക്കി. ജീവൻ സങ്കീർത്തനം 17-14 പറഞ്ഞ വചനം തന്നെ 1 കൊരിന്ത്യർ 15:19 പറയുന്നുണ്ട്. എന്താ 1 കൊരിന്ത്യർ 15:19 പറയുന്നത്? 1 കൊരിന്ത്യർ 15:19 വായിച്ചേ. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവർ എല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യവാന്മാരാണ്. വലുതേറെ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം വചനം വായിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ എല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യവാന്മാരാണ്. ഈ ജീവിതത്തിൽ ഇങ്ങനെ സമൃദ്ധി ഉണ്ടാകണം, സമ്പത്തുണ്ടാകണം എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നവർ നിർഭാഗ്യവാന്മാരാണ്, നിർഭാഗ്യവാന്മാരാണ്. അതുകൊണ്ടാണ് സ്വാർത്ഥ സ്നേഹികളുണ്ടാവും. ദൈവവചനത്തെ ആഴമായി മനസ്സിലാക്കാത്ത വ്യക്തി ആരായി മാറും? സ്വാർത്ഥ സ്നേഹികൾ. 2 തിമോത്തിയോസ് എടുക്കുന്നത് 2 തിമോത്തിയോസ് 3-ാം അധ്യായം അവസാന നാളുകളിൽ സ്വാർത്ഥ സ്നേഹികളും ധനമോഹമില്ലാത്തവരെന്ന് കൈപോക്കിക്കും. ധനമോഹമില്ലാത്തവരെന്ന് കൈപോക്കാൻ നിങ്ങൾ കുമ്പസാരെ കൂട്ടി പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് ധനമോഹം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ധനമോഹമാണ് എല്ലാ തിന്മകളുടെ അടിസ്ഥാന കാരണം. ഇന്ന് സഹോദരന്മാർ പിണങ്ങിയിരിക്കാനുള്ള കാരണം, ബന്ധങ്ങൾ നഷ്ടപ്പെടാനുള്ള കാരണം ധനമോഹമാണ്. 3 സെന്റ് സ്ഥലം എറണാകുളത്ത് കൊടുത്തില്ലെന്ന് പറഞ്ഞ് 22 വർഷമായിട്ട് അപ്പനുമായിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു സഹോദരൻ എനിക്കറിയാം. കത്തോലിക്കലാണ്, 1-ാം തരം കത്തോലിക്കലാണ്. അവൻ പള്ളിയിൽ പോകുന്നുണ്ട്, കുർബാനയ്ക്ക് പോകുന്നുണ്ട്. അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അവരുടെ കൽപ്പനകൾ ഒരുമയോടെ ഇവര് ഇവന്റെ കുർബാനയിൽ കർത്താവ് പുറത്തിരിഞ്ഞു നിൽക്കും. പ്രിയ സഹോദര, നീ മനസ്സിലാക്കണം. ഇപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും. നിങ്ങൾക്ക് ധനമോഹം ഉണ്ടെന്ന് എങ്ങനെ അറിയാം? ധനമോഹം ഉണ്ടെന്ന് എങ്ങനെ അറിയാം? ധനമോഹം ഉണ്ടാകാൻ ഒറ്റ കാര്യം, ഒരു കാര്യം ഞാൻ പറയാം. ഒരു സഹോദരന് പ്രഷർ കൂടി ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് OP 66 നമ്പർ. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ കാണുന്നതിന് പ്രഷർ കൂടി ബോധമില്ല. അപ്പൊ അവിടെ അഡ്മിറ്റ്
അപ്പോൾ ഡോക്ടർ പരിശോധിക്കാനായി വന്നപ്പോഴേ അബോധാവസ്ഥയിലാണ് കിടക്കുന്നത്. പക്ഷേ ഇയാൾ പറയുന്നുണ്ട് 10,000 എന്താണ്? അപ്പോൾ ഡോക്ടർ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവിന് ബോധമില്ലെങ്കിലും 10,000 എന്ന് പറഞ്ഞില്ല. പറഞ്ഞു 27 വർഷത്തിന് മുമ്പ് എന്റെ പ്രസവത്തിന് മുടക്കിയ പൈസയാണ്. ധനമോഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത പണം, പള്ളിക്ക് പണം കൊടുത്താൽ അവറാച്ചന്റെ വക, ശോശാമയുടെ വക, നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത്. നിങ്ങൾ ആർക്കെങ്കിലും ഒരു വീട് വെച്ച് കൊടുത്താൽ 4 പേര് അറിയരുത്. ഇത്രയും ലജ്ജാകരമായ ഒരു കാര്യമുണ്ടോ? ഒരു വീട് വെച്ച് കൊടുത്തിട്ട് 4 പേരെ അറിയിച്ചിരിക്കുന്നത് ക്രൈസ്തവ ധർമ്മമാണോ? നീ വലത് കൈ ചെയ്യുന്നതെന്ന് ഇടത് കൈ അറിയാൻ പാടില്ല. ഹല്ലേലൂയ. അതാണ് ധനമോഹം. ഞാൻ അത് ചെയ്തില്ലേ, 100 വിവാഹം നടത്തിയില്ലേ, ഞാൻ അത് ചെയ്തില്ലേ, ഇത് ക്രൈസ്തവന് ചേർന്നതല്ല. ഹല്ലേലൂയ. എന്റെ വക അങ്ങ് പെരുന്നാൾ അച്ഛൻ അങ്ങ് വിളിച്ചു പറഞ്ഞെങ്കിൽ പേര് പോലും പറയാൻ പാടില്ല. രഹസ്യത്തിൽ കാണുന്ന പിതാവാണെന്ന് എനിക്ക് പ്രതിഫലം നൽകേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ ധനമോഹികളും അഹങ്കാരികൾ. എന്താ അഹങ്കാരം? അഹംഭാവത്തിൽ നിന്ന് അഹങ്കാരം ഉണ്ടാകും. ഞാൻ എന്തോ ആണെന്നുള്ള. ലോകത്തിലെ ഏറ്റവും വലിയൊരു ബോക്സിംഗ് ചാമ്പ്യൻ ആയിരുന്നു മുഹമ്മദ് അലി. ആരാണ്? മുഹമ്മദ് അലി ബോക്സിംഗ് കഴിഞ്ഞിട്ട് ബോക്സിംഗ് റിങ്ങിന് വെളിയിൽ ഇറങ്ങിയിട്ട് ചോദിക്കും, എന്നെ തോൽപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. എല്ലാവരും ഭയന്നിരിക്കും. 2 വർഷം കഴിഞ്ഞപ്പോൾ മനോരമ പത്രത്തിനകത്ത് കാണിക്കുക, പാർക്കിൻസൺസ് രോഗം പിടിപെട്ട് ഒരു ചെക്ക് ലീഫ് പോലും ഒപ്പിടാൻ കഴിയാത്ത മുഹമ്മദ്. ഇത്രയേ ഉള്ളൂ നിന്റെ അഹങ്കാരം. ഊതി ഉയർപ്പിച്ച കുളമേ കുമളെ. നാളെ ഒരു നടുവേദന വന്ന അടുവ മുഴുക്കുക, തീർന്നു. ചെറിയൊരു ക്യാൻസർ വന്ന തീർന്നു. ഇത്രയേ ഉള്ളൂ നിന്റെ ജീവിതം. ജീവിക്കുമ്പോൾ വിചാരിക്കും ഞാനേതോ ആനയാണ്. ഒന്നുമല്ല, ഇതെല്ലാം ദൈവത്തിന്റെ ദാനം. അപ്പൊ ധനമോഹികളും സ്വാർത്ഥസ്നേഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും. ഗർവിഷ്ഠരെങ്ങനെയാ? ജിബ്ബായിട്ട് ജിബ്ബയുടെ പുറത്ത് 10 മാലയൊക്കെ ഇട്ട് ഇങ്ങനെ പള്ളി വരും. ഞാനെങ്കിൽ താലുങ്ക തോമാച്ചൻ വരുന്നത് എന്തോ മുഴുവനും കൃമിക്കും തിന്നാനുള്ള ശരീരമാണ്. ഹല്ലേലൂയ. മരിച്ചു കഴിഞ്ഞാൽ മുഴുവനും കൃമിക്കുള്ള. ഹല്ലേലൂയ. അപ്പൊ പ്രിയ, അഹങ്കാരം ദൈവദൂഷകൻ. എന്താ ദൈവദൂഷണം? ഒരു പുരോഹിതന്റെ, ഒരു കത്തോലിക്ക പുരോഹിതന്റെ എന്താണെന്ന് മനസ്സിലാക്കണം. ഓരോ കത്തോലിക്ക പുരോഹിതനും ക്രിസ്തുവിന്റെ പ്രതിനിധി. ഇത് ഈശോയുടെ ശരീരമാണെന്ന് ഒരു കത്തോലിക്ക പുരോഹിതൻ പറയുന്ന നിമിഷം അത് ഈശോയുടെ ശരീരമായി കഴിയും. ഇത് ഈശോയുടെ ശരീരമാണെന്ന് ഒരു കത്തോലിക്ക പുരോഹിതൻ പറയുന്ന നിമിഷം ആയിക്കഴിയും. സാത്താസകർക്ക് ഓർത്തഡോക്സിലെ കാതോലിക്ക ബാബ പോലും വെഞ്ചരിച്ച ഓസ്തി വേണ്ട. കത്തോലിക്ക പുരോഹിതൻ വെഞ്ചരിച്ച ഓസ്തി മാത്രം മതി. ഒരു കത്തോലിക്കൻ പുരോഹിതൻ പറയുന്ന നിമിഷം തൊട്ട് അത് ഈശോയുടെ ശരീരമായി മാറിക്കഴിയും. മനസ്സിലായോ? അതാണ് കത്തോലിക്ക സഭ. സകല വിശുദ്ധന്മാരും ഒരുമിച്ചുള്ള സഭ. സകല വിശുദ്ധന്മാരും കോടിക്കണക്കിന് വിശുദ്ധന്മാരുടെ സഭയിലാണ് പുനരീക്കപ്പെട്ടു. പുനരീക്കമല്ല, ഐക്യപ്പെട്ടു. അതാണ് മാർവാനീസ് പിതാവ് ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു പുരോഹിതന്റെയും കുറ്റം നിങ്ങൾ പറയരുത്. വലുതേരോയത്തിൽ പറ, ഒരു പുരോഹിതന്റെ കുറ്റം പറയും. പുരോഹിതന്റെ കുറ്റം പറയുന്ന അവൻ ഒരിക്കലും അനുഗ്രഹിക്കപ്പെട്ടില്ല. ഒരു ഉത്തിരിപ്പ് ഘടകം, ജീവൻ ഒരു ഉത്തിരിപ്പ് ഘടകം. ഹല്ലേലൂയ. കരമയത്തി ഹല്ലേലൂയ, സ്വരമയത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പൊ ദൈവദൂഷകരും അടുത്ത വേണം പറയുന്നു, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും നന്ദിയില്ലാത്തവരും, കൃതജ്ഞരും എന്ന് പറഞ്ഞാൽ നന്ദിയില്ലാത്തവരും, വിശുദ്ധിയില്ലാത്തവരും. പള്ളിയിലെ ഞാൻ ഒരു പള്ളി കുർബാനയ്ക്ക് പോകും. ഞങ്ങളുടെ തന്നെ ഉണ്ടാവും പള്ളി. ഞാൻ പള്ളിയിലോട്ട് വരുമ്പോൾ ഒരാളിങ്ങനെ സിഗരറ്റ്, ചെറുപ്പക്കാരൻ ഇങ്ങനെ ജീവനേക്കാൾ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ സിഗരറ്റ് വലിച്ചോണ്ട് പോകും. ജീവനേക്കാൾ പ്രായമുള്ളതെന്നാണ്, ജീവനേക്കാൾ പ്രായമുള്ളതാണ്.
അപ്പൊ സിഗരറ്റ് വലിച്ചുകൊണ്ട് പോകും. അപ്പൊ സിഗരറ്റ് അവിടെ താഴെയിട്ടിട്ട് ഒന്നും വായിക്കാത്ത വെള്ളം പോലും ഒഴിക്കാതെ പള്ളിയിൽ കയറി. എന്റെ തൊട്ട് മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഞാൻ വിചാരിച്ചു വിശുദ്ധ കുർബാന സ്വീകരിക്കത്തില്ല. അപ്പൊ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കത്തില്ലെന്ന് ഞാൻ വിചാരിച്ച ആ വ്യക്തി എന്റെ മുമ്പിൽ ഇതാ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നിൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, അവസാന കാലം വിശുദ്ധിയില്ലാത്ത മനുഷ്യരുണ്ടാകും. പള്ളിക്കകത്ത് മദ്യപിച്ചുകൊണ്ട് കടന്നു വരും. തിരുനാൾ റാസയ്ക്ക് മദ്യപിച്ച് റാസയ്ക്ക് പോകും. ഹല്ലേലൂയ. മദ്യപിച്ച് ഗീവർഗീസ് സഹോദരയുടെ തിരുനാൾ ആഘോഷിക്കും. ഇങ്ങനെ വിശുദ്ധിയില്ലാത്ത മനുഷ്യരുണ്ടാകും. ഹല്ലേലൂയ. ചില ക്രൈസ്തവ ഒരു ദേവാലയത്തില് പ്രാർത്ഥിക്കാൻ 5 ദിവസത്തെ ധ്യാനത്തിന് പോയപ്പോൾ 25 ഭവനങ്ങൾ, ആ ഭവനത്തിലെ സന്ദർശനം ഉണ്ടായി. 25 ഭവനങ്ങളില് 24 ഭവനങ്ങൾ തീരുമാനമെടുത്തു, ഇനി ഫ്രിഡ്ജിനകത്ത് മദ്യം വെക്കത്തില്ല. 6-7 കുപ്പി മദ്യമാണ് അവർ ഓരോ മാസം കുടിച്ചുകൊണ്ടിരുന്നത്. മദ്യത്തെ കുറിച്ചുള്ള ആഴമായ ക്ലാസ് കൊടുത്തപ്പോൾ അവർക്ക് ബോധ്യമായി ഇനി അത് ചെയ്യില്ല. ഹല്ലേലൂയ. അപ്പൊ വിശുദ്ധിയില്ലാത്ത മനുഷ്യരുണ്ടാവും. സഹദായുടെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ എടത്തുവായിലെ ഒരിക്കൽ ധ്യാനിപ്പിക്കാൻ എടത്തുവപ്പള്ളി അറിയാം, എടത്തുവപ്പള്ളി. അപ്പൊ അവിടെ ഒരു ധ്യാനത്തിന് ചെന്നപ്പോൾ അവിടുത്തെ ജീവനായിട്ട് എത്രയും പ്രായമുള്ള ചെറുപ്പക്കാരൻ പയ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അടുത്ത ആഴ്ച ഇവർക്ക് ഈ സഹദായുടെ തിരുനാളാണ്, അതൊരു വരണം. ഞങ്ങൾക്കൊരു നിർബന്ധമുണ്ട്, അന്ന് ഞങ്ങൾ കള്ളു കുടിക്കും. എന്താ കള്ളു കുടിക്കുന്നത്? അന്ന് കള്ളു കുടിച്ചില്ലെങ്കിൽ സഹദായിക്ക് വലിയ വേദനയും. സഹദായിക്ക് വലിയ കള്ളും കോഴിയും ഇല്ലെങ്കിൽ സഹദായിക്ക് എന്താ? ആര് പറഞ്ഞു? കള്ളും കോഴിയൊക്കെ ആരുണ്ടാക്കിയത്? കോഴിയെ കൊടുത്തില്ലെങ്കിൽ പാമ്പിനെ വിട്ട് കുത്തിക്കുന്ന ഒരു സഹദാ വിശുദ്ധനാണ്. അങ്ങനെ വിശുദ്ധനൊന്നും സഭ പറഞ്ഞിട്ടില്ല. കോഴിയെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ നിങ്ങളുണ്ടാക്കിയ കുറെ കാര്യങ്ങളാണ്. നീ വിശുദ്ധനെ പോലെ ജീവിക്കാനാണ് തിരുനാൾ തന്നിരിക്കുന്നത്. എത്ര പേര് ഈ വചനം കേൾക്കുന്നു? എത്ര പേര് ആത്മീയമായി വളരുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചേ, വിശുദ്ധ മനുഷ്യരുണ്ടാകും. വായിച്ചു, പെട്ടെന്ന് വായിച്ചു. അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും. മോളെ, ഇനി നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, കുടുംബജീവിതമല്ലേ നിന്റെ വിഷയം എന്നാ? എന്റെ വിഷയം, ഞാൻ ഒരു പട്ടിക്കുഞ്ഞിനെ വളർത്തുന്ന എന്റെ ഭർത്താവിന് ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് വിവാഹമോചനം വേണം. പട്ടിക്കുഞ്ഞാണ് വിവാഹമോചനത്തിന് കാരണം. നടന്ന സംഭവം. മോളെ, നീ അദ്ദേഹത്തിന് ഇഷ്ടമല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു. എന്നോട് ഞാൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, പോട്ടൻ, പട്ടിക്കുഞ്ഞിന് വേണ്ടി നീ അങ്ങ് ക്ഷമിക്കും. അവൻ ക്ഷമിക്കാൻ തയ്യാറായപ്പോൾ ഇവർക്കും ഇപ്പൊ വിവാഹമോചനം നടന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം വെറുക്കുന്ന 127 കാര്യങ്ങൾ ബൈബിളിലുണ്ട്. സഹോദരി കേൾക്കുന്നുണ്ടോ? സഹോദരിയുടെ പേരെന്നാ? രാജി. ദൈവം വെറുക്കുന്ന 127 കാര്യങ്ങൾ ബൈബിളിലുണ്ട്. ദൈവം വെറുക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താ? മലാക്കി 2:16. ദൈവം വെറുക്കുന്ന ഒന്നാമത്തെ കാര്യം ഇന്ന് കത്തോലിക്ക സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. തൃശ്ശൂർ രൂപതയിൽ തന്നെ ഒരു വർഷം 1000-ന് മുകളിൽ വിവാഹമോചനം നടക്കും. 4ാം സ്ഥാനം പത്തനംതിട്ട രൂപതയ്ക്ക് 4ാം സ്ഥാനം. നിങ്ങൾ കുറച്ച് കൂട്ടരൊന്നും വിവാഹമോചനത്തിന് എടുക്കരാം. നിങ്ങൾ ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധിച്ചേ എന്താ ദൈവം വെറുക്കുന്ന ഈ കാര്യം? വായിച്ച വചനം മലാക്കി 2:16. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ വിവാഹമോചനത്തെ വെറുക്കുന്നു. വലതുകരം ഉയർത്തി പറ, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ വിവാഹമോചനത്തെ വെറുക്കുന്നു. ദൈവം വെറുക്കുന്ന കാര്യങ്ങൾ ആര് ചെയ്യുന്നു? കത്തോലിക്കൻ ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ മക്കൾക്ക് ആത്മീയത കൊടുക്കാതെ വളർത്തുന്നു. ദൈവത്തെ കാണിച്ചു കൊടുക്കാതെ മക്കളെ വളർത്തിയ കണ്ട് ഈ കുഞ്ഞൊക്കെ കണ്ടോ? ഇവനൊക്കെ നല്ല അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞാവും. നീ ഇങ്ങനെ വചനം വായിച്ച് ജീവിക്കണം കേട്ടോടാ. അപ്പൊ നീ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹതായായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ. ഞാൻ ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചപ്പോൾ അതിനെങ്കിലും ആൾ വരുമോ ചോദിച്ചപ്പോൾ പറഞ്ഞു,
4-1 ഭാഗം പേര് ചിലപ്പോൾ വന്നാൽ മതി. പള്ളിയിലെ 4-1 പേര് വന്നിട്ടുള്ളൂ ഇതുവരെ. ഹല്ലേലൂയ. ബാക്കിയുള്ളവർക്ക് വലിയ ചെണ്ടൻ മേളം ഒക്കെ മതി. ഇപ്പൊ വെടിക്കെട്ട് ഇപ്പൊ ക്രിസ്ത്യാനികൾക്ക് വേണ്ടെന്ന് നിരോധിച്ചിരിക്കുന്നുണ്ട്, അതിപ്പോ നടക്കത്തില്ല. ഹല്ലേലൂയ. ഇതൊക്കെയുള്ളൂ ഇവരുടെ ആഗ്രഹം. കുറെ ഷോ, ബാഹ്യ ഷോ. ഈ കർത്താവ് കള്ളനെ പോലെ വരും. എന്താണ് കള്ളനെ പോലെ വരുന്നത്? കള്ളൻ വരുന്നത് മുൻവാതിൽ കൂടി. കള്ളൻ മുൻവാതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആഡംബരമുള്ള വാതിൽ. അവിടെയാണ് ഈ പടവളത്തും ഈ കളർ ബൾബും ഒക്കെ ഉള്ളത്. പുറകിലത്തെ വാതിൽ കൂടി അവൻ വരുന്നത്. നിന്റെ നിക്ഷേപം അവന് വേണ്ടത്, നിന്റെ ഹൃദയം അവന് വേണ്ടത്. ഈ ബാഹ്യമോടികളൊന്നും കൊണ്ടല്ല ദൈവം പ്രസാദിക്കുന്നത്. നിന്റെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെട്ടോ, നിന്റെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെട്ടോ എന്നാണ് സഹതാ നോക്കുന്നത്. ജീവന് മനസ്സിലായോ? ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. അപ്പോൾ ലൗകിക മനുഷ്യനാണ്. ഇനിയും ജഡിക മനുഷ്യൻ. ഇപ്പൊ ലൗകിക മനുഷ്യന്റെ കാര്യമാണ് തിമോത്തിയോസിനുള്ള കാര്യം. വീട്ടിൽ ചെന്ന് വായിക്കണം. ഇനി ജഡിക മനുഷ്യനാണ്. ആരാണ് രണ്ടാമത്തെ മനുഷ്യൻ? ആരാണ് ജഡിക മനുഷ്യൻ? 1 കൊരിന്ത്യർ 3-ാം അധ്യായം 1 തൊട്ട് 3 വരെ. എന്താ ജഡിക മനുഷ്യൻ? 1 കൊരിന്ത്യർ. അപ്പോൾ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിത്തുകളിൽ ചിലത് എവിടെ വീണു? എന്നെ ഒന്ന് നോക്കിക്കേ. ഏതെങ്കിലും വിതയ്ക്കാരൻ വഴികരിയിൽ വിത്തിടുവോ? പാറപ്പുറത്തിടുവോ? മുള്ളുകൾക്കിടയിൽ ഇടുവോ? അതിന്റെ അർത്ഥം എന്താ? വചനം കേൾക്കുന്ന നമ്മളെ കുറിച്ചാണ്. അപ്പോൾ പാറപ്പുറത്തും വഴികരിയിലും വീണ വിത്താണ് ലൗകിക മനുഷ്യൻ. മുള്ളുകൾക്കിടയിൽ വീണ മനുഷ്യനാണ് ജഡിക മനുഷ്യൻ. വചനമൊക്കെ കേട്ടിട്ട് അത് പറഞ്ഞതൊക്കെ കൊള്ളാം, പക്ഷെ ജീവിതത്തിൽ തലമുരുക്കിക്കൊണ്ട് പോകും. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 1 തൊട്ട് 3 വരെയുള്ള തിരുവചനം മറ്റൊന്ന് വായിച്ച് സഹോദരരെ. എടാ മായിരി മോനെ, കൊറിന്തോസ് സഭയോട് പറയുക, നിങ്ങളോട് എനിക്ക് ആത്മീയ മനുഷ്യരോട് എന്ന പോലെ, ഇങ്ങോട്ട് നോക്കിയ വിടാ മോനെ, ആത്മീയ മനുഷ്യരോട് എന്ന പോലെ. എന്താ ആത്മീയ മനുഷ്യൻ? ഈ വചനത്തെ കുറിച്ച് ആഴമില്ലാത്തവർക്ക് ആത്മീയതയുണ്ടോ? ആത്മീയ മനുഷ്യരോട് എന്ന പോലെ സംസാരിക്കാൻ സാധിക്കത്തില്ല. ജഡിക മനുഷ്യരോട് എന്നതുപോലെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാലത്ത് ക്രിസ്തുവിനെ കുറിച്ച് ഒരു അറിവില്ലെന്ന്. മിക്ക കത്തോലിക്കലും ക്രിസ്തുവിനെ കുറിച്ച് വെളിവ് നടന്നവർ യേശു നീ വെളിവാൻ ബൈബിള് ദൈവവചനം എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്തവരും വന്ന് കുർബാന കാണുക. ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ പൈതങ്ങൾ ഇപ്പോഴും കുപ്പിപ്പാലും കൊണ്ട് അവതരിക്കുന്നത് 80-85 വയസ്സ് ഇപ്പോഴും കൊണ്ട് അവതരിക്കുന്നു. ഗുരുവായ ഭക്ഷണം വയസ്സ് 3 മാസം ഒരു കുഞ്ഞിന് കൊഴുക്കട്ട പുഴുങ്ങി കൊടുക്കും. സൗരി 3 മാസം ഒരു കുഞ്ഞിന് കൊഴുക്കട്ട പിടിച്ചു കൊടുക്കും. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ പൈതങ്ങളെ പോലെയും ഗുരുവായ ഭക്ഷണം കഴിക്കാൻ ശക്തരല്ലാതെ ഇരുന്നതിനാൽ നിങ്ങൾക്ക് ഞാൻ പാൽ തന്നു. ഇപ്പോഴും നിങ്ങൾ ആ അവസ്ഥയിലാണ്. എന്തെന്നാൽ നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യനാണ്. കാരണം നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ ജഡികരും സാധാരണക്കാരുമല്ലേ. അസൂയയും തർക്കവും ഇല്ലാത്തവർ മാത്രം ഒന്ന് കൈകൊപ്പിക്കും. അസൂയയും തർക്കവും ഇല്ലാത്തവർ. ഇതാണ് കുഴപ്പം. നിങ്ങളുടെ എവിടെ അസൂയുണ്ട് അവിടെ എന്താ കുഴപ്പം? എവിടെ അസൂയുണ്ട് അവിടെ എന്താ കുഴപ്പം? യാക്കോബ് 3:16. എവിടെ അസൂയുണ്ടോ? യാക്കോബ് 3:16. പെട്ടെന്ന് എടുക്കുക, നമുക്ക് സമയമില്ല. പെട്ടെന്ന് എടുക്കുക. 3:16. യാക്കോബ് 3:16. യാക്കോബ് 3:16. ഐശേ എവിടെ അസൂയും? ഐശേ എടാ മോനെ കിട്ടിയോടാ? യാക്കോബ് 3:16. എവിടെ അസൂയയും സ്വാർത്ഥമോഹമുണ്ടോ അവിടെ ക്രമക്കേടും. എവിടെ അസൂയ
അവിടെ എല്ലാം ക്രമക്കേടാ. നിങ്ങളുടെ ജീവിതം മൊത്തം ക്രമം കെട്ടാകും. അപ്പൊ ജഡിക മനുഷ്യർക്ക് ദൈവവചനം അവർ സ്വീകരിക്കില്ല. ജഡിക മനുഷ്യൻ ഇങ്ങനെ കുറെ കാലമൊക്കെ രണ്ടുപേരും ധ്യാനം കൂടി, ഒരു മാസത്തെ കൂടിയില്ല, വീണ്ടും കൂടി തുടങ്ങി. ജഡിക മനുഷ്യർക്ക് മാറ്റമില്ല. പക്ഷേ നിങ്ങൾ ആരാണ് ആകേണ്ടത്? ആത്മീയ മനുഷ്യൻ. അപ്പൊ അസൂയയും തർക്കവുമുള്ള മനുഷ്യൻ ആരാ? വലുതരം എഴുതി പറഞ്ഞ്, അസൂയയും തർക്കവുമുള്ള മനുഷ്യർ ജഡിക മനുഷ്യൻ. ഈ ജഡിക മനുഷ്യൻ ആത്മീയ മനുഷ്യനാകുമ്പോഴാണ് സഹത സന്തോഷിക്കുന്നത്. സഹത സന്തോഷിക്കണമെങ്കിൽ എന്ത് വേണം? ജഡിക മനുഷ്യൻ ആരാകണം? 1 കൊരിന്ത്യർ 2-ാം അധ്യായം 15-ാം വചനം. അവിടെ ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ആത്മീയ മനുഷ്യനെ ഇങ്ങോട്ട് നോക്കി. വർഗീസ് മാവേലിക്കര എന്ന് പറയുന്ന വ്യക്തി 32 വർഷത്തോളമായി നിന്നോട് പറഞ്ഞില്ലേ, എന്നെ വിധിക്കാൻ ആർക്കും സാധിക്കുന്നു. വിധിച്ചവർ പരാജയപ്പെടുത്തുകയുള്ളൂ. കാരണം ഒരു അക്കൗണ്ട് ഇല്ലാത്ത വചന പ്രഘോഷകൻ. അപ്പൊ അതിന്റെ പേര് വിധിക്കാനും പോകും. അപ്പോൾ ആത്മീയ മനുഷ്യനെ വിധിക്കാൻ ആർക്കും സാധിക്കില്ല. കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവണ്ണം അവിടുത്തെ മനസ്സറിഞ്ഞവരാരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സുള്ളവന്റെ പേരാണ് ആത്മീയ മനുഷ്യൻ. പറഞ്ഞേ, വലതുകരം പറഞ്ഞേ, ക്രിസ്തുവിന്റെ മനസ്സ്. ഈ അതിരങ്കൽ പള്ളിക്കാരായ ഞങ്ങൾക്ക് ഈ തിരുനാളിൽ ഉണ്ടാകും ക്രിസ്തുവിന്റെ മനസ്സുള്ളവരും. അപ്പൊ നിങ്ങൾ ആരായി മാറണം? അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയാം, ഞാൻ ക്രിസ്തുവിന്റെ മനസ്സുള്ളവനാണ്. എന്നിട്ട് പറയാം, എനിക്കുള്ളതല്ല നിനക്കുള്ളതാണ്. ജീവൻ ഒരു കാറുണ്ടെന്നിരിക്കട്ടെ. ജീവൻ തനിച്ച് ഓടിച്ചോണ്ട് പോവുകയാണെങ്കിൽ റോഡ് സൈഡിൽ നിൽക്കുന്ന പാവങ്ങളായ 4 പേർക്ക് ബാക്കിയുള്ള സീറ്റ് അവിടെ ചവിട്ടി നിർത്തണം. അപ്പൊ ക്രിസ്തുവിന്റെ മനസ്സാണ്. ക്രിസ്തുവിന്റെ മനസ്സ്. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കഴിഞ്ഞ രാത്രിയില് ഒരു വരുമ്പോഴേ ചങ്ങനാശ്ശേരിയിൽ നിന്ന് മുന്നോട്ട് വന്നപ്പോൾ ജീവന്റെ അത്രയും പ്രായമുള്ള ഒരു ചെറുപ്പക്കാർ, ജീവൻ എത്ര വയസ്സുണ്ട്? അവന് 24 വയസ്സ്. അപ്പൊ 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് ഹെൽമെറ്റ് ഒക്കെ വെച്ച് കൈ നീട്ടി പറഞ്ഞു, വെറുതെ എന്റെ ബൈക്ക് കേടായി. 6-7 ബൈക്കിന് കൈ നീട്ടിട്ട് ആരും, ഞാൻ പോകേണ്ട വഴി തന്നെ തിരുവല്ലായിട്ട് ആ വഴി തന്നെ പോകേണ്ടത്. ഞാൻ അവന്റെ വീടിന്റെ വാതിൽക്കെ കൊണ്ടുപോയി പറഞ്ഞു, കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യരും ഉണ്ടല്ലോ എന്ന് അവൻ ചോദിക്കും. അവന്റെ വീടിന്റെ വാതിൽക്കെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കുറെ കൂടെ പോകണം, 3 കിലോമീറ്റർ പോകണം. അവൻ അവിടെ ഇറങ്ങിയിട്ട് നടക്കാൻ പറഞ്ഞു. ഞാൻ വേണ്ട, എന്റെ അമ്മ വയ്യാതിരിക്കുവല്ലേ. ക്രിസ്തുവിന്റെ മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനിയാണ്. ആ ക്രിസ്തുവിന്റെ മനസ്സുണ്ടാകാനാണ് തിരുനാളുകൾ തന്നിരിക്കുന്നത്. എത്ര തിരുനാളുകൾ ആഘോഷിച്ചിട്ടും, എത്ര ഗീവർഗീസ് സഹദായുടെ പ്രദക്ഷിണത്തിന് പങ്കെടുത്തിട്ടും ക്രിസ്തുവിന്റെ മനസ്സ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ സഹദ സന്തോഷിക്കുമോ? നിങ്ങളെ ഓർത്ത് ഒരിക്കലുമില്ല. ഉയരെ കരം ഉയർത്തി ഹാലലുയ. അപ്പൊ അവസാനമായി ആത്മീയ മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങൾ, അത് പെട്ടെന്ന് പറഞ്ഞു പോകാം. ആത്മീയ മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, 1, എന്റെ ശരീരം എന്താണെന്ന് മനസ്സിലാക്കും. 1, ഓരോ ക്രൈസ്തവന്റെ ശരീരം മാമോദീസയിൽ കൂടി എന്തായി തീർന്നു. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 6-ാം അധ്യായം 13-ാം വചനം. ശരീരം കർത്താവിൻ്റെതാണ്. വലുതൊരു വ്യക്തികളാണ്. ശരീരം പറഞ്ഞേ, ശരീരം ആരുടേതാണ്? ഇനി 2, 1 കൊരിന്ത്യർ 6:14, ശരീരം ഉയർപ്പിക്കപ്പെടേണ്ടതാണ്. അടുത്തിരിക്കുന്ന കൂടപ്പുറപ്പിനോട് പറ, ശരീരം ഉയർപ്പിക്കപ്പെടേണ്ടതാണ്. ശരീരം എവിടെപ്പെടേണ്ട? ഉയർപ്പിക്കപ്പെട്ട ശരീരം. വീടിയും കഴിച്ച് കള്ളും കുടിച്ച് കഞ്ചാവും പഠിച്ച് നടക്കേണ്ട ശരീരമാണോ? ഉയർപ്പിക്കപ്പെടേണ്ട ഗുണയും കൊതിയും പറഞ്ഞ് നടക്കേണ്ട ശരീരമാണോ? ഉയർപ്പിക്കപ്പെടേണ്ട ശരീരം. ഹല്ലേലൂയ.
നീ 1:6-15 വായിച്ചേ. നിങ്ങളുടെ ശരീരം ക്രിസ്തുവിന്റെ അവയവങ്ങളാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടി. ജീവൻ പെട്ടെന്ന് 1:6-15. ഇപ്പോഴേ എടുക്കുന്നത് നിങ്ങൾക്ക് നാളെ ഇത് കാണാം കേട്ടോ. അച്ഛൻ്റെ ഫോണിൽ വരും. അച്ഛൻ നിങ്ങൾക്ക് ഇവിടെ പള്ളി ഇടവകയുടെ ഉണ്ടോ? ഉണ്ട്. അപ്പൊ നാളെ രാവിലെ വരും അത് കേട്ടോ. അപ്പൊ ജീവനെയും കാണാം നിങ്ങൾക്ക് കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു 1:6-15 നിങ്ങളുടെ ശരീരം ക്രിസ്തുവിന്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. അപ്പൊ ഈ എന്റെ അവയവം ആരുടെ അവയവമാണ്? അപ്പൊ ജീവന്റെ കൈ ആരുടെ കൈയാ? ക്രിസ്തുവിന്റെ. അപ്പൊ ജീവന്റെ കൈ ക്രിസ്തുവിന്റെ കൈയാണെങ്കിൽ ജീവൻ ഒരാളുടെ രോഗിയുടെ ശരീരം കൈവച്ചാൽ എന്ത് സംഭവിക്കും? രോഗം മാറും. കണ്ടോ? വിശുദ്ധനെ കണ്ടോ? നിന്റെ അവയവം ക്രിസ്തുവിന്റെ അവയവമാണ്. പത്രോസിന്റെ നിഴൽ തട്ടിയപ്പോൾ രോഗികൾ സൗഖ്യപ്പെട്ടെങ്കിൽ നിന്റെ ശരീരം ക്രിസ്തുവിന്റെ അവയവമാണെങ്കിൽ എനിക്കുറപ്പുണ്ട് ഞാൻ കൈവച്ച അസുഖം പ്രാപിക്കും. കാരണം എന്റെ അവയവം ക്രിസ്തുവിന്റെ അവയവമാണ്. ഹല്ലേലൂയ. സഹദ ക്രിസ്തുവിന് വേണ്ടി ജീവൻ വെടിഞ്ഞപ്പോൾ സഹദയുടെ അവയവം എന്തായി മാറി? ക്രിസ്തുവിന്റെ ശരീരമായി മാറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ അവയവങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അതിന്റെ അർത്ഥം എന്നെ ചോദ്യമാണ്. നിങ്ങളുടെ ശരീരം ക്രിസ്തുവിന്റെ അവയവമാണെന്ന് ഓരോ ക്രൈസ്തവനും മനസ്സിലാക്കണം. ഒരു രോഗം വരുമ്പോൾ എന്റെ ക്യാൻസർ എന്നല്ല പറയേണ്ടത്, ഈ ക്യാൻസർ ഈശോയുടെ. കടബാധ്യത വരുമ്പോൾ എന്റെ കടബാധ്യത എന്നല്ല പറയേണ്ടത്, ഈശോയുടെ. മനസ്സിലായി? ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഉടമസ്ഥൻ ഈശോയാണ്. എന്റേതെന്നില്ല, ഞാനും എന്റേതുമെന്നില്ല, എല്ലാം ഈശോയുടേതാണ്. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നതോ ഇനി മുതൽ ഞാനല്ല, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. എന്റെ മക്കൾ എന്റേതല്ല, ഈശോയുടേതാണ്. ഹല്ലേലൂയ. ഇപ്പം അനൂപ് മകന, അവന് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മാനേജറായിട്ട് ജോലി ചെയ്യും. അപ്പൊ ആത്മീയമായ രീതിയിൽ ഒരു പെങ്കൊച്ചിനെ ഇങ്ങനെ അന്വേഷിച്ചിരിക്കും, വർഷങ്ങളായിട്ട് കിട്ടുന്നില്ല. എന്നുവെച്ചാൽ നമ്മൾ എടുത്തിയാടി വിവാഹത്തിന് പോയി കഴിഞ്ഞാൽ 6ാമത്തെ മാസം നമുക്ക് തലവേദന ഉണ്ടാകുന്ന ഒരു പെങ്കൊച്ച കിട്ടി വരുന്നെങ്കിലും. ഈ സഹോദരങ്ങളെ, നമ്മൾ അതിലൊന്നും ആകുലപ്പെടുന്നില്ല. കാരണം ക്രിസ്തുവിന് യോജിച്ച രീതിയിൽ. അപ്പൊ എന്റെ അവയവം ആരുടെ അവയവമാ? കരമുയർത്തി ജീവൻ പറഞ്ഞേ, എന്റെ അവയവം ക്രിസ്തുവിന്റെ അവയവമാണ്. ക്രിസ്തുവിന്റെ അവയവമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ അവയവം ആരുടെ അവയവമാണ് ആണെന്ന് നിങ്ങളെ ഈ ധ്യാന ദിവസം ഏറ്റു പറയുമ്പോൾ സഹദ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കും. സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കും. ഹല്ലേലൂയ. ഇന്നലെയൊക്കെ ഇവിടെ മഴയായിരുന്നു. ഇന്ന് വചനം കേൾക്കാൻ വേണ്ടി മഴ പോലും മാറ്റി സഹദയുടെ മധ്യസ്ഥങ്ങൾക്ക് വേണ്ടി. എത്ര പേര് ഇത് കേൾക്കാൻ വന്നു? എത്ര പേര് ഇത് കേൾക്കാൻ വന്നു? എത്ര പേര് ഇത് അനുഭവിക്കാൻ വന്നു? ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ. ഇനി ഒരു അവസരം കിട്ടത്തില്ല. അടുത്ത വർഷം ഇങ്ങനെ ആഘോഷിക്കാമെന്ന് നമുക്കറിയാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇറാനിലെ ക്രിസ്ത്യാനികളുടെ 80 ലക്ഷം ക്രിസ്ത്യാനികളുടെ രാജ്യമാണ് ഇവിടെ ഇറാൻ. അവിടുന്ന് ഇറാനിലെ ക്രൈസ്തവര്, മലയാളികളായിട്ടുള്ളവരൊക്കെ ഉണ്ട് അവിടെ വർഷങ്ങളായിട്ട് പോയത്. അവരൊക്കെ പിടിക്കുന്നത് വെറുതെ പുറത്തോട്ട് അറിയാൻ ബോംബ് വീണ് തകർന്നുപോയി. മാസങ്ങളായിട്ട് വൈദ്യുതിയില്ല. നിങ്ങൾക്ക് 1 മണിക്കൂർ വൈദ്യുതിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എത്രയോ കഷ്ടമാണ്. അതുപോലുള്ള സംഭവങ്ങളൊക്കെ ലോകത്തിൽ സംഭവിച്ചത് എന്ത് സംഭവിക്കും? യുദ്ധമൊക്കെ അവസാനിക്കണമെങ്കിൽ നിങ്ങൾ ഈ കീർത്തി സഹദായുടെ മുമ്പിൽ മുട്ടുമടക്കി സഹദായെ ഈ യുദ്ധമൊക്കെ തീർന്ന് സമാധാനം ഞങ്ങൾക്ക് നൽകാൻ സഹദായോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതിന് നിങ്ങൾ വേണ്ടത് നിങ്ങൾ ഒരു ആത്മീയ മനുഷ്യരായി മാറണം. അപ്പൊ നിങ്ങളുടെ ശരീരം ക്രിസ്തുവിന്റെ അവയവമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അറിയണം. വീണ്ടും 1 Corinthians 6:19 വീണ്ടും ചോദിക്കുക. 1 Corinthians 6:19 വായിച്ചേ. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം
അറിഞ്ഞുകൂടെ? ആ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് എന്റെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്, എന്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടാണ് ഓരോ വചന പ്രഘോഷകനും വചനം പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചു 7:30 കൂടി തീരുമെന്നുള്ളതായിരുന്നു. അച്ഛൻ പറഞ്ഞു 8 മണി വരെ പൊയ്ക്കോളാൻ പറഞ്ഞു. അതുകൊണ്ടാണ് അപ്പൊ തീർക്കാൻ പോവാണ്. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങളുടെ ശരീരം ക്രിസ്തുവിന്റെ പറഞ്ഞേ അവയവങ്ങളാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട്. രണ്ടാമത്തെ നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. വിലയ്ക്ക് വാങ്ങപ്പെട്ട ഈശോയുടെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അതിനെങ്കിലുള്ള ഓരോ മക്കളും ഈശോയുടെ തിരു രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. വില ലോകത്തിലെ കോടിക്കണക്കിന് രൂപ എടുത്താലും നിങ്ങളുടെ വിലയാവും. ഈ ലോകം മുഴുവൻ എഴുതി വെച്ചാലും സഹോദരിയുടെ വിലയാകുന്നില്ല. നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങൾക്ക് വില നൽകുന്നില്ലെങ്കിലും ദൈവം നിങ്ങൾക്ക് വില നൽകുന്നു. അതുകൊണ്ട് ഈ ഒരു ബോധ്യത്തോടു കൂടി നമുക്കൊന്ന് എഴുന്നേക്കാം. പള്ളിക്ക് പുറത്ത് നിൽക്കുന്നവരെല്ലാം അകത്തേക്ക് കയറുക. 10 മിനിറ്റ് സമയം നമ്മൾ ഒരു ആരാധനയിലേക്ക് പ്രവേശിക്കുന്നു. ആരാധന എന്ന വാക്കിന്റെ അർത്ഥം